നമസ്കാരം. ഹാൻഡ് ജോബ്സ് പറഞ്ഞ ആ വാചകം ശരിക്കും ആ ചുറ്റുവട്ടം നിൽക്കുന്ന സകലരെയും വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിഹാസ സമാനമായ ഒരു കഥാപാത്രമായിട്ടാണ് ഹാൻഡ് ജോബ്സിനെ അവിടെ എല്ലാവരെയും കാണുന്നത്. ഹാൻഡ് ജോബ്സിനെ ഒരു നോക്ക് കാണാനും അദ്ദേഹവുമായി ഒന്ന് സംവേദിക്കാനുമായിട്ടാണ് ആ മുഴുവൻ യോദ്ധാക്കളും ആ വീടിന്റെ പരിസരത്ത് തടിച്ചുകൂടിയത് തന്നെ. ആ ഹാൻഡ് ജോബ്സ് ഇതാ ആ ചെറുപ്പക്കാരനോട്, സിന്നർ ഗ്രിയോട് ക്ഷമ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സിന്നറോട് ഹാൻഡ് ജോബ്സ് ക്ഷമ പറഞ്ഞതും കൈകൾ പുറകിൽ കെട്ടി നിൽക്കുന്ന നീൽഗ്രി തിരിഞ്ഞു നോക്കാതെ ഹാൻഡ് ജോബ്സിനോട് പറഞ്ഞു, മിസ്റ്റർ ഹാൻഡ് ജോബ്സ്, അതുപോലല്ലോ നിങ്ങൾ എന്റെ സുഹൃത്തുക്കളെ പരിക്കേൽപ്പിച്ചു, അതിന് എന്താണ് പരിഹാരം? അത് കേട്ടതും ഹാൻഡ് ജോബ്സ് വളരെ വിലപിടിപ്പുള്ള അതിപുരാതനമായ 2 പിൽസ് എടുത്ത് യൂഗ്രിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആ പിൽസ് കണ്ട യൂഗ്രിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. അവൾ ബേസിക്കലി ഈ മരുന്ന് ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ വ്യാപൃതരാകുന്ന ആളുമാണല്ലോ. അവൾക്ക് ഈ മെഡിസിനുമായിട്ട് നല്ല ബന്ധമാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ ആ ഗുളികകളുടെ ശക്തിയെക്കുറിച്ച്, അതിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് അവർക്ക് വല്ലാത്തൊരു കൗതുകമുണ്ട്. യൂഗ്രി ആ ഗുളികളിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ സിക്കിനോയുടെ കയ്യിലേക്ക് ഹാൻഡ് ജോബ്സ് വെച്ചത് ഒരു ലോക്കറ്റാണ്. വളരെ ഭംഗിയായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആ ലോക്കറ്റ് സിക്നോയ്ക്ക് കൈമാറിയ ഹാൻഡ് ജോബ്സ് സിക്നോട് പറഞ്ഞു, ഇത് ശരിക്കും പവർഫുൾ ആണ്, ഇതിലെ ഊർജം ബ്രേക്ക് ത്രൂവിന് സഹായിക്കും. അത് കയ്യിലേക്ക് വാങ്ങിയപ്പോൾ തന്നെ സിക്നോയ്ക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും അതീവ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നഷ്ടപരിഹാരം പോലെ ഹാൻഡ് ജോബ്സ് നൽകുമ്പോൾ സിക്ന ശരിക്കും അമ്പരന്നിട്ടുണ്ട്. സിക്നയുടെ അത്രയും അമ്പരപ്പ് ഈ യൂഗ്രിക്കില്ല. യൂഗ്രിക്ക് നീലിനെ കുറിച്ചുള്ള ധാരണ വളരെ വളരെ വലിപ്പമുള്ള ശൈലിയിലാണ്. അതുകൊണ്ടാണ് അവളുടെ മുഖത്ത് വലിയ അമ്പരപ്പില്ലാത്തത്. പക്ഷേ ഈ ഹാൻഡ് ജോബ്സിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന സിഗ്ന അതുകൊണ്ട് തന്നെ അതിശയത്തോടെയാണ് ഈ സംഭവവികാസങ്ങളൊക്കെ വീക്ഷിക്കുന്നത്. തന്റെ കൂട്ടുകാരികൾക്ക് 2 പേർക്കും ആവശ്യമായ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിലായതും നീല് ഹാൻഡ് ജോബ്സിനോട് ചോദിച്ചു, മിസ്റ്റർ ഹാൻഡ്സ്, അപ്പോ എനിക്കോ? കേൾക്കേണ്ട താമസം ഹാൻഡ് ജോബ്സ് ഒരു കഠാര നീൽഗ്രിക്ക് സമാനമായി നൽകി. ഇത് വളരെ വളരെ അമൂല്യമായ ഒരു കഠാരയാണ്. സുപ്രീം എംപറർ ലെവലിലെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ആളുകളെ നിഷ്പ്രയാസം കൊലപ്പെടുത്താൻ ഈ കഠാര കൊണ്ട് കഴിയും. നീലിന് ശരിക്കും സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. നീല് ആ കഠാര തന്റെ നേരെ നീട്ടിയ ആ ഹാൻഡ് ജോബ്സ് നേരെ അപ്പോഴാണ് തിരിയുന്നത്. അത്രയും നേരം നീല് തിരിഞ്ഞു നിൽക്കരുത്. നീലിന്റെ മുഖത്ത് ഇപ്പോഴും ആ സിന്നർ ഗ്രിയുടെ മാസ്ക് ഉണ്ട്. ആ മാസ്കിനകത്ത് വളരെ കൗതുകരമായ ഒരു പുഞ്ചിരി നീല് ഒളിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും ആ കഠാര നീല് കയ്യിൽ വാങ്ങിച്ചു. ആ കഠാര നീല് കയ്യിൽ വാങ്ങിച്ചതും ഹാൻഡ് ജോബ്സ് നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രി, എനിക്ക് താങ്കളോട് ഒന്ന് സംസാരിക്കണം, അത് പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. അങ്ങനെ പറഞ്ഞ ഹാൻഡ് ജോബ്സ് ആ 3 പേരുമായി അദ്ദേഹത്തിന്റെ വീടിനകത്തേക്ക് കടന്നു. ആ പ്രധാന ഹാൾ വഴി ഒരു കോറിഡോറിലേക്ക് ഇറങ്ങാം. ആ കോറിഡോർ വഴിയാണ് ഹാൻഡ് ജോബ്സിന്റെ വസതിയിലേക്ക് കടക്കേണ്ടത്. ആ ഭാഗത്തേക്ക് ഒരു കാരണവശാലും ആർക്ക് പ്രവേശനം കൊടുക്കുന്ന ഒരു പതിവ് ഹാൻഡ് ജോബ്സിനില്ല. ഹാൻഡ് ജോബ്സ് ആ മധ്യവയസ്കനെ കാണുന്ന പോലും ഈ പ്രധാന ഹാളിൽ വെച്ചാണ്. അതിനപ്പുറത്തേക്ക് ആദ്യമായി അയാൾ ഇത് 3 ആളുകളെ കൊണ്ടുപോവുകയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട പുറത്തു നിൽക്കുന്ന ആളുകളുടെയൊക്കെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതി. ഈ ശൈലിയിൽ ഒരു സ്വീകരണം സിന്നർക്ക് ലഭിക്കുമായിരുന്നു എന്ന് അറിഞ്ഞതെങ്കിൽ അവരെല്ലാരും സിന്നർക്കൊപ്പമേ നിൽക്കുമായിരുന്നുള്ളൂ. ഇതിപ്പോ കിട്ടിയ ചാൻസ് കളഞ്ഞു കുളിച്ചതുപോലെ ആളുകൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സിന്നറും ഹാൻഡ് ജോബ്സും സിഗ്നയും അതുപോലെ യൂഗ്രിയും ഹാൻഡ് ജോബ്സിന്റെ വസതിക്ക് ഉള്ളിലേക്ക് കടന്നു. ആ വസതിയിലേക്ക് കടന്നതും ജോബ്സ് ആ വസതിക്ക് ചുറ്റുമായുള്ള ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്തു. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഒരാളും അറിയരുതെന്ന് അയാൾക്ക് താല്പര്യമാണ്. ഹാൻഡ് ജോബ്സ് സിഗ്നയ്ക്കും യൂഗ്രിക്കുമുള്ള മുറികൾ അവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം സിന്നർ ഗ്രിയോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രി, നമുക്ക് അകത്തോട്ട് മാറി സംസാരിക്കാം. ആ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം യൂഗ്രിക്കും അതുപോലെ സിഗ്നയ്ക്കും നന്നായി മനസ്സിലായി. അവർ രണ്ടുപേരും അവരവർക്ക് അലൗട്ട് ചെയ്ത് മുറികളിലേക്ക് നീങ്ങിയതും നീലുമായി ഹാൻഡ് ജോബ്സ് അയാളുടെ ആ കൾട്ടിവേഷൻ മുറിയിലേക്ക് കടന്നു. ആ കൾട്ടിവേഷൻ മുറി ശരിക്കും സെക്യൂർഡാണ്. അതിനകത്തേക്ക് കടന്നതും ഹാൻഡ് ജോബ്സ് നീലോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രി, ശരിക്കും താങ്കൾ ആരാണ്? താങ്കൾ എങ്ങനെയാണ് ആ ഡയലോഗ് പറഞ്ഞത്? ആ 2 ചോദ്യങ്ങളും ശരിക്കും ഹാൻഡ് ജോബ്സിനെ അലട്ടി തുടങ്ങിയിട്ട് നേരെ കുറയായി. നീല് ഹാൻഡ് ജോബ്സിന്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആരാണ് എന്നുള്ള കാര്യം തൽക്കാലം താങ്കൾ അറിയണ്ട. അതിനുള്ള ക്വാളിഫിക്കേഷൻ താങ്കൾക്കില്ല, അതാണ് സത്യം. പിന്നെ ആ ഡയലോഗ് അത് എന്റെ മാസ്റ്റർ എന്നോട് പറഞ്ഞതാണ്. നീലിന്റെ മാസ്റ്റർ പറഞ്ഞ ഡയലോഗാണ് നീല് അവിടെ പറഞ്ഞെന്ന് കേട്ടതും ഹാൻഡ് ജോബ്സിന്റെ മുഖത്ത് ശരിക്കും ഒരു അതിശയം കണ്ട ഒരു ഭാവം വരികയാണ്. അയാൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയാൾ അമ്പരപ്പോടെ നീലോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രി, താങ്കളുടെ മാസ്റ്ററുടെ പേര്? അങ്ങനെ ഹാൻസ് ചോദിച്ചതും സംസാര ഗ്രേവിയാർഡിനകത്തുനിന്ന് ഷൂലിനേക്കർ നീലോട് പറഞ്ഞു, എന്റെ പേര് പറഞ്ഞേക്ക്. ആ വാചകം ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് നീല് ഹാൻഡ് ജോബ്സിനോട് പറഞ്ഞു, എന്റെ മാസ്റ്റർ ഷൂ
ലിനേക്കറാണ്. നീൽഗിരി പറഞ്ഞ ആ വാചകം നീലിന്റെ ആ വായിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ വല്ലാത്തൊരു അത്ഭുതത്തോടെ ഹാൻസ് നീലിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ബിസ്ഗ്രി, താങ്കൾ അദ്ദേഹത്തിന്റെ ശിഷ്യനാണോ? അങ്ങനെ ചോദിച്ച ഹാൻസിന്റെ മുഖത്ത് പെട്ടെന്നൊരു സംശയം. അല്ല, അതെങ്ങനെ ശരിയാവും? അദ്ദേഹം അന്ന് തടങ്കലായതാണല്ലോ. ആ ചോദ്യം ഹാൻസ് ഉന്നയിച്ചതും നീല് ഹാൻസിനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെയാണ്. പക്ഷെ അന്നത്തെ ആ യുദ്ധത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അതിനെക്കുറിച്ച് അറിയാനാണ് ഞാൻ യഥാർത്ഥത്തിൽ താങ്കളെ കാണാൻ വന്നത്. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്നോട് പറയാൻ പറ്റില്ലേ? നീൽ അത് പറഞ്ഞതും ഹാൻസ് ജോബ്സ് നീലോട് പറഞ്ഞു, അത് പണ്ട് നടന്ന ഒരു യുദ്ധമാണ്. ഈ ബ്ലഡ് സ്പിരിറ്റുകളുടെ ആളുകൾ നമ്മുടെ ഈ കൊല്ലൻ ആക്രമിച്ചായിരുന്നു. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അവരുടെ ആക്രമണം നമ്മളെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് ബോധ്യമായപ്പോൾ അന്നത്തെ ശക്തരായ ആളുകളെല്ലാം കൂടി സംഘടിച്ച് ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെതിരെ ഒരു യുദ്ധം നടത്തിയിരുന്നു. ആ യുദ്ധത്തിൽ ഇരുഭാഗത്തും ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അവസാനം നമ്മുടെ കൂട്ടത്തിലെ ശക്തരായ ആളുകൾ അവരുടെ തടങ്കലിലായി. ഏകദേശം 30ഓളം ആളുകളാണ് തടങ്കലായത്. ഏകദേശം 30ഓളം ആളുകളാണ് തടങ്കലായതെന്ന് ഹാൻഡ് ജോബ്സ് പറഞ്ഞതും നീല് ഓടിച്ചെന്ന് ഹാൻഡ് കൈ പിടിച്ചു. മിസ്റ്റർ ഹാൻഡ്, താങ്കൾ എന്താ പറഞ്ഞ? 30 ആളുകളോ? നീലിനെ പെട്ടെന്നുള്ള ആ ഓടി വരുമോ കയ്യിലെ പിടുത്തൊക്കെ ഹാൻഡും ശരിക്കൊരു അമ്പരപ്പുണ്ടാക്കി. ഹാൻഡ് താൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയാതെ നീലിനെ നോക്കിയിട്ട് നീലോട് പറഞ്ഞു, അതെ, ഏകദേശം ഒരു 30 ആളുകൾ. 20-ൽ കൂടുതലാണ്. 30 താഴെ വരും, അതെനിക്ക് ഉറപ്പാണ്. നീല് ശരിക്കും അത്ഭുതപ്പെടുന്ന ആ നിമിഷത്തിലാണ്. നീലിന്റെ സംസാര ഗ്രേവിയാർഡിനകത്ത് 100 കല്ലറകളുണ്ട്. ആ കല്ലറകളിൽ 100 പ്രഗത്ഭരായ യോദ്ധാക്കളുമുണ്ട്. അതിൽ 30 ആളുകൾ മാത്രമാണ് കുല്ലിൽ നിന്നുള്ളെങ്കിൽ ബാക്കി ആളുകൾ എവിടെ നിന്ന് വന്നവരാ? ഹാൻഡ് ജോബ്സിനോട് ഈ 100 ആളുകളെ കുറിച്ച് പറയാനും പറ്റില്ല. നീല് ഹാൻസിനോട് ചോദിച്ചു, അല്ല, എന്തുകൊണ്ടാ നമ്മുടെ ആളുകൾ ബ്ലഡ് ലാൻസുകാരുടെ പിടിയിൽപ്പെട്ടത്? മിസ്റ്റർ ഗ്രീ, നമ്മളും അവരും തമ്മിൽ ബേസിക് ആയിട്ട് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വ്യത്യാസം ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ടി വരിക കൾട്ടിവേഷനിലാണ്. നമ്മളിവിടെ സുപ്രീം എംപറർ ലെവലിലെ ആളുകൾ അതിശക്തരായിട്ട് നിലനിൽക്കുമ്പോൾ അവരുടെ തുടക്കം തന്നെ സുപ്രീം എംപറേഴ്സ് ആയിട്ടാണ്. വ്യത്യാസം വ്യക്തമാണ്. ഇവിടെ കൾട്ടിവേഷന്റെ 10ാമത്തെ ലെവലാണ് സുപ്രീം എംപറർ ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ തുടങ്ങുന്നത് സുപ്രീം എംപറർ ലെവലിലാണ്. അവരുടെ ബേസിക് അവിടെയാണെന്ന് പറയാം. ശരിക്കും അവർ തുടങ്ങുന്നത് അവിടെ ആയിരിക്കത്തില്ല. സാധാരണ ഇവിടത്തെ പോലെ തന്നെ ആയിരിക്കും തുടങ്ങുക. പക്ഷെ പെട്ടെന്ന് ആ ഒരു സുപ്രീം എംപറർ ആവും. ഇവിടെ ഒരാളുടെ വാർദ്ധക്യവത്താറാകുമ്പോഴാണ് ഒരാൾ സുപ്രീം എംപററൊക്കെ ആവുന്നത്. അല്ലെങ്കിൽ അത്രയും ജീനിയസ് ആയിരിക്കണം, നമ്മുടെ ജി സ്യുക്കിനെയൊക്കെ പോലെ. മിസ്റ്റർ ഹാൻസ്, അവര് എവിടെന്നാ ഇവിടെ വന്നത്? മിസ്റ്റർ ഗ്രീ, അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അവര് ഈ ഭൂമിയിൽ ഉള്ളവരാണെങ്കിൽ ഉറപ്പായും നമ്മളെക്കാൾ ശക്തരാകാനുള്ള സാധ്യത കുറവാണ്. മറ്റേതോ സ്ഥലത്തുനിന്ന് അവരിവിടെ എത്തിയതാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമി അല്ലാതെ വേറെയും മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ ഉണ്ടാകാം എന്ന സൂചനയാണ് ഹാൻസിന്റെ ആ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ നീലിന് ഒരു പിടിയില്ല. ഹാൻസിനാണെങ്കിൽ അതിൽ കൂടുതൽ കാര്യം അറിയത്തുമില്ല. നീലിന് അറിയേണ്ടത് ആ യുദ്ധത്തെക്കുറിച്ചാണ്. ആ യുദ്ധം ഏത് കാലഘട്ടത്തിലാണ് നടന്നത്, എത്ര ആളുകൾ പങ്കെടുത്തു, എത്ര ആളുകൾ കൊല്ലപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹാൻസിന് അറിയാം. സമാനതകളില്ലാത്ത ഒരു യുദ്ധമാണ് നടന്നത്. ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു. കുലൻ മലനിരകളിൽ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാ യോദ്ധാക്കളും കൊല്ലപ്പെട്ടു. അതിനുശേഷം ആ യുദ്ധത്തിൽ നിന്ന് ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ പിന്മാറുന്ന സമയത്ത് അവരുമായി കണക്ട് ചെയ്ത 6 ആളുകളെ കുല്ലനിലെ ബാക്കിയുള്ള ധീര യോദ്ധാക്കളിൽ ചേർന്ന് പിടികൂടിയിരുന്നു. ആ 6 യോദ്ധാക്കൾ ഇപ്പോഴും അവരുടെ കൈവശമുണ്ട്. അതിനെക്കുറിച്ചാണ് പിന്നീട് ഹാൻസ് ജോബ്സ് നീലോട് സംസാരിച്ചത്. മിസ്റ്റർ ഗ്രീ, നമ്മൾ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അവരെ 6 പേരെ നമ്മൾ പിടികൂടിയിരുന്നു. ആ 6 പേരെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ഈ മിസ്റ്റിക് വേൾഡ്. അവരെ ഇവിടെ നമ്മൾ താമസിപ്പിച്ചത് അവരെ പഠിക്കാനാണ്. അവരെ പഠിച്ച് അവരെങ്ങനെയാണ് ശക്തരാകുന്നതെന്ന് അറിഞ്ഞാൽ അതുപോലെ നമുക്കും ശക്തരാകാമെന്ന് കരുതിയാണ് അവരിവിടെ തടങ്കിൽ പാർപ്പിച്ചത്. പക്ഷെ മിസ്റ്റർ ഗ്രീ, കാലം മുന്നോട്ട് പോയപ്പോൾ അവര് നമ്മുടെ നിയന്ത്രണത്തെ അതിജീവിച്ചു. ഇപ്പോൾ ഈ മിസ്റ്റിക് വേൾഡ് അവരുടെ നിയന്ത്രണത്തിലാണ്. അവർക്ക് ഈ മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ മിസ്റ്റിക് വേൾഡിനകത്ത് അവര് അവരുടേതായ സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അവരെ പേടിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ വരെ കഴിയുന്നത്. ഹാൻഡ് ജോബ്സ് അതിശക്തനായ യോദ്ധാവാണ്. പക്ഷെ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ അദ്ദേഹത്തിന് പേടിയാണെന്ന് അയാളുടെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ്. മിസ്റ്റർ ഹാൻ, അവരെങ്ങ് കൊന്നാ പോരെ? ഹേയ് മിസ്റ്റർ ഗ്രീ, അത് അസാധ്യമാണ്. അവരെ നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. അവർ അത്ര ശക്തരാണ്. അങ്ങനെ പറഞ്ഞ ഹാൻ പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, പക്ഷേ അതിൽ ഒരാള് ഈ അടുത്ത കാലത്ത് കൊല്ലപ്പെട്ടു. അത് കേട്ടതും നീല് ഹാൻസിനോട് പറഞ്ഞു, ആ മരണം ഞാനുമായി ബന്ധപ്പെട്ടാണ്. ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ അതിശക്തരായ 6 പേരിൽ ഒരാളെ കൊന്നത്
തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനാണെന്ന് കേട്ടപ്പോൾ ഹാൻഡ് ജോബ്സിന് അതുവരെ ഉണ്ടായ അതിശയൊക്കെ ശരിക്കും ചെറുതായി പോവുകയാണ്. അയാൾ അത്ഭുതത്തോടെ നീലിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നീലിൽ അയാൾ പലതും കാണുകയാണ്. ഈ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഫീല് ഹാൻസിനുണ്ടായി. ഹാൻസ് അമ്പരപ്പോടെ നീലിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അടുത്ത മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ട മുറിയിലേക്ക് നോക്കിയ ഹാൻഡ് ജോബ്സ് നീലിനോട് പറഞ്ഞു, അത് സിക്നയുടെ മുറിയാണ്. സിക്ന ആ ലോക്കറ്റിലെ ഊർജം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ആ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഹാൻ പറയുമ്പോൾ തന്നെ നീലും ആ കാര്യം കണ്ടു. സിക്നയുടെ മുറിയുടെ മുകൾ ഭാഗത്തെ ആ മേൽക്കൂര പൊളിഞ്ഞു മാറിയിരിക്കുകയാണ്. ആ മുറിയുടെ മുകളിലേക്ക് തറയുന്ന ഒരു വലിയ ബീം പ്രകാശം മുകളിലേക്ക് പോയിരിക്കുകയാണ്. ഒരു തൂണ് പോലെ മുകളിലേക്ക് പ്രകാശം വന്നിരിക്കുകയാണ്. ശരിക്കും ആ ലോക്കറ്റിനകത്ത് അടക്കം ചെയ്തിരുന്ന ആ ഊർജം ഒന്നിച്ച് ഉൾക്കൊള്ളാൻ സിഗ്ന ശ്രമിച്ചപ്പോൾ ആ ഊർജത്തിന്റെ പ്രതികരണമാണ് അവിടെ നമ്മൾ കാണുന്നത്. ആ പ്രകാശം ആ മുറി മുഴുവൻ വ്യാപിക്കുന്ന ആ സമയത്ത് ഹാൻഡ് ജോബ്സ് നീലോട് പറഞ്ഞു, മിസ് സിഗ്ന അപകടത്തിലാണ്, അവളെ രക്ഷിക്കണം. മിസ്റ്റർ ഹാൻ, താങ്കൾ എന്താ പറയുന്നത്? അവളെ വേഗം രക്ഷിക്കുക. അങ്ങനെ നീല് പറഞ്ഞതും ഹാൻഡ് ജോബ്സ് മുന്നോട്ട് കുതിച്ചു. സിഗ്നയുടെ മുറിയുടെ വാതിൽക്കൽ വരെ അതിവേഗം ഓടിയെത്തിയ ഹാൻഡ് ജോബ്സ് ആ മുറിക്കകത്തേക്ക് കടക്കാൻ പോയിട്ട് ഒന്ന് നിന്നു. അയാള് തിരിച്ചോടി നീലിന്റെ അടുത്തേക്ക് വന്ന് നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അകത്ത് സിഗ്ന ഈ ശക്തിയിൽ ഒരു പ്രത്യേക പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ടാവും. എന്ത് പ്രശ്നം? മിസ് സിഗ്നയുടെ ദേഹത്തെ വസ്ത്രമെല്ലാം ഇപ്പോ പൊട്ടിത്തെറിച്ചു കാണും. ഞാൻ ഈ സമയത്ത് അകത്തേക്ക് ചെന്നാൽ അത് ശരിയാകില്ല. മിസ്റ്റർ ഗ്രീ, താങ്കൾ ചെല്ലുന്നതാണ് നല്ലത്. ഈ സിഗ്നർ ഗ്രിയെ രക്ഷിക്കാനാണല്ലോ സിഗ്ന അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ സിഗ്നയ്ക്ക് ഈ ഗ്രിയുമായിട്ട് ഒരു അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഹാൻഡ് ജോബ്സിനുണ്ട്. അത് കേട്ടതും നീല് രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഒരൊറ്റ കുതിപ്പ്. നീല് ആ മുറിയിലേക്ക് കടക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു വല്ലാത്ത ചുഴി അവിടെ ചമ്രം പണിച്ചിരിക്കുന്ന സിഗ്നയ്ക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. ആ ലോക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന ഊർജത്തെ കുറേശ്ശെ മാത്രമേ അബ്സോർബ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഹാൻസ് സിഗ്നയോട് പറയാൻ വിട്ടുപോയി. അവൾ അത് മുഴുവനായി ഒന്നിച്ച് അബ്സോർബ് ചെയ്യാൻ ശ്രമിച്ചതും ആ ഊർജം അവളുടെ പുറത്തേക്ക് കയറിയ ആ നിമിഷത്തിൽ അവളുടെ ബോഡി പൊട്ടിത്തെറിപ്പിക്കുന്ന ശൈലിയിലേക്ക് ആ ഊർജം അവളുടെ ബോഡിയോട് പ്രതികരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ആ ചുഴിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ ചുഴിയുടെ ബാക്കി പത്രമാണ് ആകാശത്തേക്ക് പൊങ്ങി നിൽക്കുന്ന ആ പ്രകാശ സ്തൂപങ്ങൾ. കഥ പെട്ടെന്ന് തന്നെ നീലിന് മനസ്സിലായി. നീല പെട്ടെന്ന് സിഗ്നയുടെ മുന്നിലേക്ക് വന്നു. സിഗ്നയുടെ മുന്നിലേക്ക് നീൽഗിരി എത്തുമ്പോൾ നേരത്തെ ഹാൻസ് പറഞ്ഞ ആ കാര്യം നീൽ കൃത്യമായി കാണുകയാണ്. സിഗ്നയുടെ ദേഹത്ത് വസ്ത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. വസ്ത്രങ്ങളൊക്കെ ആ ശക്തമായ കാറ്റിലും പ്രഷറിലും ചിതറി തെറിച്ചിരിക്കുകയാണ്. ഏതാണ്ട് പൂർണ്ണ നഗ്നയായിട്ട് അവിടെ ചമ്രം പണിയിരിക്കുകയാണ് സിഗ്ന. നീല് ആ കാഴ്ചയും കണ്ടു. സിഗ്നയുടെ ബോഡിക്കുള്ളിലെ ആ ഊർജത്തിന്റെ പ്രശ്നവും കണ്ടു. നിയന്ത്രിച്ചില്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ സിഗ്നയുടെ ബോഡി പൊട്ടിത്തെറിക്കും. അങ്ങനെ തോന്നിയതും നീൽഗിരി കൈ ഉയർത്തി സിഗ്നയുടെ നെഞ്ചിലേക്ക് വെച്ചു. നീല് ആ കൈ വെച്ചതും നീലിന്റെ കയ്യിൽ നിന്ന് ഒരു കൺട്രോളിംഗ് ഊർജം സിഗ്നയുടെ ബോഡിയിലേക്ക് കടക്കുകയാണ്. സിഗ്ന തന്റെ ശക്തി മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഊർജത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് അവൾക്കൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നത്. അവളുടെ ബോഡിയിൽ പ്രക്ഷുബ്ധമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊടുത്ത ആ ഊർജം ഇതാ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. ആ കൺട്രോൾ ചെയ്യപ്പെടുന്നു തോന്നിയ നിമിഷത്തിനെ അവൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. അവളുടെ ബോഡിയിൽ ആരോ സ്പർശിച്ചിട്ടുണ്ട്. അവൾ കണ്ണു തുറന്നതും അവൾ കാണുന്നത് അവളുടെ നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന സിന്നർ ഗ്രീയാണ്. സിന്നർ ഗ്രീ തന്റെ നെഞ്ചിൽ കൈവച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്ന അതേ നിമിഷത്തിൽ സിഗ്ന മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുകയാണ്. അവളുടെ ദേഹത്ത് വസ്ത്രങ്ങൾ ഇല്ല എന്ന കാര്യം. നഗ്നയായ തന്നെ സിന്നർ ഇതാ മുതലെടുക്കുകയാണ്. അങ്ങനെ തോന്നിയതും അവള് ഇടത് കൈയിൽ നിന്ന് ഉയർത്തിയതും അവളുടെ കയ്യിലേക്ക് അവളുടെ വാള് വന്നു. ആ വാള് അവൾ ഉയർത്താൻ പോയതും നീലിന്റെ ശബ്ദം അവൾ കേട്ടു. സിഗ്ന, ഈ ഊർജം നിയന്ത്രിച്ചില്ലെങ്കിൽ നീ ഇപ്പൊ കൊല്ലപ്പെടും. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം എനിക്കും നിനക്കും ഇപ്പൊ ഇല്ല. വളരെ ശാന്തമായിട്ടാണ് നീൽഗിരി ആ ഡയലോഗ് പറഞ്ഞത്. ആ ഡയലോഗ് കേട്ടപ്പോൾ സിഗ്ന ഒന്ന് അടങ്ങി. കാരണം അവൾ തന്നെ അവളുടെ ബോഡിയിൽ ഉണ്ടായ ആ മാറ്റം അനുഭവിച്ചറിഞ്ഞതാണ്. അവള് ഒന്നും മിണ്ടാതെ ആ വാള് പിൻവലിച്ചിട്ട് വീണ്ടും കണ്ണുകൾ അടച്ച് അവളുടെ ബോഡി സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവള് നീൽഗിരി പറയുന്നത് കേട്ടു. സിഗ്ന, നിനക്ക് നിന്റെ അനുജത്തി ജീലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു ടെൻഷനും വേണ്ട, അവള് സുരക്ഷിതയായിരിക്കുകയാണ്. ഞാൻ അവളെ കണ്ടിരുന്നു. താൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാചകമാണ് സിന്നർ ഗ്രിയിൽ നിന്ന് ഇപ്പൊ അവള് കേൾക്കുന്നത്. അവൾ പോലും അറിയാതെ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി പെട്ടെന്ന് കടന്നു വന്നു. ഈ സിന്നർ താൻ വിചാരിക്കുന്ന പോലെ കുഴപ്പക്കാരനല്ല. അങ്ങനെ തോന്നിയതും സിഗ്ന നീലിനോട് ചോദിച്ചു, ജീലൻ എവിടെയുണ്ട്? അവൾ എവിടെയുണ്ട്? സിഗ്ന,
ഞാൻ പറഞ്ഞല്ലോ അവള് സുരക്ഷിതയായിരിക്കുന്നെന്ന്. ഇപ്പോ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ നീല് പറയുമ്പോൾ ആ സംഭാഷണത്തിലെ താളം സിഗ്നയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ശൈലിയിൽ സംസാരിക്കുന്ന ഒരാളെ തനിക്കറിയാം. അവൾക്ക് നല്ല പരിചയമുള്ള ഒരു ശബ്ദമാണ് അവൾ കേൾക്കുന്നത്. ആ നിമിഷത്തിൽ അവളുടെ മനസ്സിലേക്ക് നീൽഗിരിയുടെ മുഖം കടന്നു വരികയും ചെയ്തു. തന്റെ മുന്നിലിരിക്കുന്ന ആ മാസ്ക് ധരിച്ച സിന്നറിനും നീലിനും നല്ല സാമ്യമുണ്ട്. പക്ഷെ നീല് കോർട്ട് ഹൗസിൽ പോയതിനു ശേഷം എവിടെ ഇട്ട് പോയെന്ന് ഒരു വിവരവുമില്ല. അവൾ പിന്നീട് നീലിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. ഇപ്പോ നീല ഏത് ലെവലിൽ എത്തിക്കാണും? സിന്നർ ശരിക്കും ശക്തനാണെന്ന് ഇപ്പൊ അവൾക്ക് അറിയാം. നേരത്തെ ഹാൻഡ് ജോബ്സിന്റെ അറ്റാക്ക് സിന്നർ ഒരു ഗോൾഡൻ എനർജി ബാരിയർ ഉപയോഗിച്ച് തടുത്തത് അവളുടെ കൺമുന്നിൽ വെച്ചാണ്. ശരിക്കും ആ ഗോൾഡൻ എനർജി ബാരിയർ അവിടെ സൃഷ്ടിച്ചത് ലിറ്റിൽ ഗോൾഡാണ്. ലിറ്റിൽ ഗോൾഡ് ആ എനർജി ബാരിയർ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ നീലും സിഗ്നയും ഏതാണ്ട് ഒരു പരുവത്തിലായനെ. ലിറ്റിൽ ഗോൾഡ് ആ എനർജി ബാരിയർ സൃഷ്ടിക്കുമെന്ന് ബോധ്യമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നീല് ബാക്കി സംവിധാനങ്ങൾ ഉപയോഗിക്കാതിരുന്നത്. അതൊന്നും സിഗ്നയോട് പറയാൻ നീലിന് പറ്റില്ലല്ലോ. എന്തായാലും അവര് അങ്ങനെ ആ കൾട്ടിവേഷനിൽ ഇരിക്കുന്നിടയിൽ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. പുറത്ത് ഒരുപാട് ചെറുപ്പക്കാർ ഈ രംഗങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് അകത്ത് സിഗ്നയും ആ സിന്നർഗിരിയും ഒരേ മുറിയിലാണെന്നോ അവർ അടുത്തടുത്തിരിക്കുകയാണെന്നോ അറിയത്തില്ല. പക്ഷെ ആകാശത്തേക്ക് അതിശക്തമായ ആ സ്തൂപം പ്രകാശ രൂപത്തിൽ ഉയർന്നിരിക്കുന്നത് ശക്തമായ ഒരു ബ്രേക്ക് ത്രൂവുമായി കണക്ട് ചെയ്താണെന്നുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സമയം ഇങ്ങനെ അതിവേഗം കടന്നു പോവുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞതും സിഗ്ന അവളുടെ ആ ഊർജത്തെ കൺട്രോൾ ചെയ്തു. ആ സമയത്ത് നീല് സംസാര ഗ്രേവിയാർഡിനകത്തുനിന്ന് നീലിന്റെ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് സിഗ്നയെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഡ്രസ്സ് അണിഞ്ഞാണ് സിഗ്നയും നീലും യൂഗ്രിയുടെ മുറിയിലെത്തുന്നത്. യൂഗ്രി അവൾക്ക് ലഭിച്ച ആ 2 മരുന്നും വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളൊരു ആൽക്കമിസ്റ്റുമാണ്, അതേസമയം അത്യാവശ്യം വിവരമുള്ള ഒരു ഡോക്ടറുമാണ്. ഒരുപാട് മരുന്നുകൾ അവളുടെ ആ മാസ്റ്റർ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവളുടെ കൈവശം ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ മരുന്ന് അവൾക്ക് അതുകൊണ്ട് തന്നെ വലിയ കൗതുകം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്തേക്ക് നീലും സിഗ്നയും വന്നത്. അകത്തേക്ക് വന്ന സിഗ്നയെ കണ്ടപ്പോ യൂഗ്രി കൗതുകത്തോടെ സിഗ്നയും നീലിനെയും അറിയാതെ നോക്കി പോവുകയാണ്. നീലിന്റെ ഡ്രസ്സാണ് ഇപ്പോ സിഗ്ന ധരിച്ചിരിക്കുന്നത്. യൂഗ്രി പുഞ്ചിരിയോടെ നീലിനെയും സിഗ്നയും നോക്കിയതും നീല് അവർ രണ്ടുപേരോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി ഹാൻസിന്റെ അടുത്തെത്തി. ഹാൻസ് നീലെ കാത്തിരിക്കുകയാണ്. ഹാൻസിന്റെ അടുത്തേക്ക് വന്ന നീല് ഹാൻസിനോട് പറഞ്ഞു, മിസ്റ്റർ ഹാൻസ്, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ്? ആ ബാക്കി 5 ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനക്കാരെ കൂടി കൊല്ലാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. മിസ്റ്റർ ഗ്രീ, താങ്കൾ എന്തായി പറയുന്നത്? അതെ മിസ്റ്റർ ഹാൻസ്, അവന്മാരെ കൊന്നില്ലെങ്കിൽ നാളെ അവന്മാർ വലിയ പ്രശ്നമാക്കും. അവന്മാരെ കൊല്ലേണ്ട സമയമായി. ഹാൻസിനും അതേ അഭിപ്രായമാണ് ഉള്ളത്. പക്ഷേ അവരെങ്ങനെ കൊല്ലും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഹാൻസ് നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, നിങ്ങളിപ്പോ ഒറിജിനൽ കിങ് ലെവലിലെ ഒരു യോദ്ധാവാണ്. അവർ സുപ്രീം എംപർ ലെവലിലുമാണ്. അവരെ അങ്ങനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനാവില്ല. അതിന് കാരണമുണ്ട്. ഇവിടെ അവരൊരു ഫോർമേഷൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഫോർമേഷൻ പുറത്തുള്ള ആളുകളുടെ ശക്തി പരിമിതപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ളതാണ്. ആ ഫോർമേഷനെ മറികടക്കാൻ നമുക്ക് പറ്റിയാലേ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ശക്തി ഉപയോഗിക്കാൻ പറ്റും. അവര് ഉണ്ടാക്കിയിരിക്കുന്ന ഫോർമേഷൻ ആയതുകൊണ്ട് അവർക്ക് അവർ എക്സംഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നേ എന്റെ കയ്യിൽ അവർ കൊല്ലപ്പെട്ടവരെ. ഈ ബ്ലഡ് സ്പിരിറ്റ് മിസ്റ്ററി വേൾഡിനകത്ത് ഹാൻഡ് ജോബ്സിന് അവരെ കൊല്ലാൻ പറ്റാത്തതിന്റെ കാരണം അതാണ്. ഹാൻഡ് ജോബ്സിന് ഇവിടെ എത്തുമ്പോൾ ശക്തി ശരിക്കും കുറയും. അതിശക്തമായ ഒരു ഫോർമേഷൻ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ 6 പേരും ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് അവന്മാരുടെ തുറുപ്പ് ചീട്ട്. ആ തുറുപ്പ് ചീട്ട് ഉപയോഗിച്ചാണ് ഈ വനത്തിനകത്തെ മൃഗങ്ങളെ വരെ അവരെ കൺട്രോൾ ചെയ്യുന്നത്. ഹാൻ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, യവന്മാരെ 5 ഈ മിസ്റ്റിക് വേൾഡിന് പുറത്താണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അവരെ തീർക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇതിനകത്ത് അവരുടെ ആ ഫോർമേഷൻ ഉള്ളതുകൊണ്ട് എന്റെ ശക്തി ശരിക്കും റെഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാൻഡ് ജോബ്സ് അത്രയും പറഞ്ഞതിന് ശേഷം നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, എനിക്ക് നൽകാനുള്ള ഉപദേശവും അതുമായി കണക്റ്റാണ്. അവന്മാരെ ഇപ്പോ താങ്കൾ നേരിട്ടാൽ മരണം ഉറപ്പാണ്. അതിന് മറുപടിയായി നീല് കൂടുതൽ ഒന്നും ആലോചിക്കാതെ തന്നെ ഹാൻസിനോട് പറഞ്ഞു, മിസ്റ്റർ ഹാൻസ്, ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഞാനിവിടെ ഈ മിസ്റ്റിക് വേൾഡിൽ ഉള്ള സമയത്ത് അവര് ഇവിടെ ഉള്ള സ്ഥിതിക്ക് അവരൊന്ന് കാണാം. പറ്റുമെങ്കിൽ ഞാൻ അവരെ തീർക്കും. ഒരുപാട് ചെറുപ്പക്കാരെ കാണുകയും കേൾക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ആളാണ് ഹാൻഡ് ജോബ്സ്. പക്ഷെ ഇതുപോലെ ഒരാളെ പുള്ളി ആദ്യമായിട്ടാണ് കാണുന്നത്. അവരങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അവിടേക്ക് സിഗ്നയും അതുപോലെ യൂഗ്രിയും എത്തി. അവരെ കണ്ടതും ഹാൻസ് നീലിനോട് പറഞ്ഞു, മിസ് ഗ്രീ, ജി സിഗ്നയെ താങ്കൾ കൂടെ കൂടുന്നത് താങ്കൾക്ക് ഗുണം ചെയ്യും. മറ്റേ പെൺകുട്ടി ഇവിടെ നിൽക്കട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളാം. അതിന് മറുപടിയായി നീല് പറഞ്ഞു, ഏയ് അത് പറ്റത്തില്ല, അവൾ എന്റെ കൂടെ ഉണ്ടാവണം. യൂഗ്രി എന്തുകൊണ്ട് തന്റെ കൂടെ ഉണ്ടാകണം എന്നതിനെ കുറിച്ച് ഹാൻസിനോട് നീല് പറഞ്ഞില്ല. പക്ഷെ നീലിനറിയാം യൂഗ്രിയുടെ രക്തം ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ ആളുകളുടെ അതേ രക്തമാണ്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആ കാര്യം നീലിന് നന്നായിട്ട് അറിയാം.
എന്തായാലും ഹാൻസിനോട് നീൽ അത്രയും പറയുമ്പോഴേക്കും ആ രണ്ട് പെൺകുട്ടികളും അവരുടെ അടുത്തേക്ക് വന്നു. അവരെ കണ്ടതും നീൽ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാൻ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനെ നേരിടാൻ പോവുകയാണ്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയോ പുറത്തിറങ്ങി പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യാം. ഞാൻ അവരെ നേരിട്ടിട്ട് വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം വരാം. അതിന് മറുപടിയായി രണ്ടാമത് ആലോചിക്കാതെ യുഗ്രി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രി, ഞാൻ എന്തായാലും അങ്ങേ ഫോളോ ചെയ്യും. ആ കാര്യത്തിൽ തുടർന്നൊരു ആലോചനയും യുഗ്രിക്ക് ആവശ്യമില്ല. അവളെ നീലിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ സിഗ്ന മറുപടി പറയാതെ ആലോചിക്കുന്ന കണ്ടതും നീല് സിഗ്നോട് പറഞ്ഞു, സിഗ്ന, നീ അപ്പോ ഞങ്ങൾക്കൊപ്പം ഇല്ല അല്ലേ? ഏയ്, ഞാൻ ഉണ്ട്. നീല് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ തടുത്തുകൊണ്ട് സിഗ്നയും അങ്ങനെ പറഞ്ഞു. അവക്ക് സിന്നർ ഗ്രിയെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ ഒരു മടി. സിന്നർ അവർക്ക് വലിയ പരിചയമൊന്നുമില്ല. ഇവിടെ ഈ ഹാൻസ് ജോബ്സിന്റെ ആ വസതിക്ക് അടുത്ത് വെച്ചാണ് അവൾ ആദ്യമായി സിന്നറെ കാണുന്നത്. പക്ഷെ ആ നിമിഷം മുതൽ നല്ല പരിചയമുള്ള ഒരാളാണ് സിന്നർ എന്നൊരു തോന്നൽ അവൾക്കിപ്പോ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിന്നർ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരെ നേരിടുമ്പോൾ സഹായത്തിനായി താൻ കൂടെ വേണമെന്നൊരു തോന്നൽ സിഗ്നയ്ക്കുണ്ട്. അവർ മൂന്നുപേരും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നതും ഹാൻസ് അവരോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുള്ള സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിക്കാം. അദ്ദേഹത്തിന് അവിടെ വാഹനങ്ങളൊക്കെ റെഡിയാണ്. ധാരാളം വന്യമൃഗങ്ങളെ ഹാൻസ് ജോബ്സ് അയാളുടെ ആവശ്യാനുസരണം മെരുക്കി എടുത്തിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ചില മൃഗങ്ങളാണ് അവരുടെ ആ വാഹനത്തെ നയിക്കാനായി ഉണ്ടായിരുന്നത്. അടിപൊളിയൊരു കുതിരവണ്ടിയുടെ ശൈലിയിലുള്ള കാരിയേജൊക്കെ ഘടിപ്പിച്ച ആ വാഹനം ആ കാടിനകത്തൂടെ അങ്ങനെ പായുമ്പോൾ നീല് ഹാൻസിനോട് പറഞ്ഞു, എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. എവിടെയാണ് പോകേണ്ടതിനെ കുറിച്ച് നീലിന് വ്യക്തമായൊരു ധാരണയുണ്ട്. നീല് ആ പാമ്പിനൊപ്പം കുഴിയിലേക്ക് ചാടിയ ആ സ്ഥലത്താണ് നീൽ എത്തേണ്ടത്. അവിടെയാണ് മോർണിംഗ് ഉള്ളത്. മോർണിംഗും കൂടെ ലിങ്ടനും ഉണ്ട്. നീല് സ്ഥലം പറഞ്ഞപ്പോൾ തന്നെ ഹാൻസ് ജോബ്സിന് സ്ഥലം മനസ്സിലായി. അദ്ദേഹം ആ വാഹനത്തെ ആ നീല് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കുമ്പോഴേക്കും ഏകദേശം ഒരു അരമണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് അരമണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ ആ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ. അവിടെ എത്തിയ ആ നിമിഷത്തിൽ നീലും ഹാൻസ് ജോബ്സും വാഹനത്തിൽ നിന്നിറങ്ങി. അതിന് ചുറ്റും പരിശോധിച്ചപ്പോൾ ഒരു മരത്തിൽ ചുവന്ന നിറത്തിലുള്ള ഒരു വസ്ത്രത്തിന്റെ അംശം നീല് കണ്ടു. അത് കണ്ടതും നീൽ അത് കയ്യിലെടുത്തു. ഈ സമയത്ത് വാഹനത്തിൽ നിന്ന് സ്വിഗ്നയും അതുപോലെ യുഗ്രിയും നീലിന്റെ അടുത്തേക്ക് നടന്നു വരികയും ചെയ്തു. അവരും ആ വസ്ത്രം കണ്ടു. മിസ്റ്റർ ഗ്രി, ഇത് ആരുടെ വസ്ത്രമാണ്? അങ്ങനെ യുഗ്രി ചോദിക്കുമ്പോഴേക്കും ഹാൻസിനോടായി നീല് പറഞ്ഞു, ഈ വസ്ത്രത്തിന്റെ ഉടമയാണ് ഞാൻ തിരക്കി എത്തിയത്. ഇയാള് എവിടെ ഉണ്ടെന്നൊന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീലിന്റെ ഡിവിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ആ വസ്ത്രം ഉപയോഗിച്ചിരുന്ന വ്യക്തി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നു. പക്ഷെ നീൽ എത്ര ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു തടസ്സം നീൽ അനുഭവപ്പെടുകയാണ്. അത് കണ്ടതും ഹാൻസ് ആ വസ്ത്രം നീലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം ഹാൻസ് അയാളുടെ കൈവിരലിൽ നിന്ന് ഒരു തുള്ളി രക്തം തെറിപ്പിച്ച് ആ വസ്ത്രത്തിന്റെ മുകളിലേക്ക് വീഴ്ത്തിയതിനു ശേഷം കൈ കൊണ്ട് ചില ആക്ഷൻസ് ഒക്കെ കാണിച്ചു. ആ നിമിഷത്തിൽ ആ തുള്ളി രക്തം പടർന്ന് വലിയൊരു പ്ലേറ്റ് പോലെ ആ വസ്ത്രത്തിന് മുകളിലേക്ക് വന്നു. ഇപ്പൊ ആ പ്ലേറ്റ് വലുതായി വരികയാണ്. വലുതായി വരുന്നതിനനുസരിച്ച് ആ പ്ലേറ്റിന്റെ കട്ടി കുറഞ്ഞ് ഒരു കണ്ണാടി പോലെ ആകുന്ന സമയത്ത് നീല് കൗതുകത്തോടെ അതിലേക്ക് നോക്കുന്നുണ്ട്. ഹാൻസ് നീലോട് ചോദിച്ചു, മിസ്റ്റർ ഗ്രി, ഈ ടെക്നിക്ക് പഠിക്കണമെന്നുണ്ടോ? വേണം. അങ്ങനെ നീല് പറഞ്ഞതും ഹാൻസ് നീലിന്റെ നെറ്റിയിലേക്ക് വിരലെന്ന് ചൂണ്ടി. ഉടൻ അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം നീലിന്റെ നെറ്റിയിലേക്ക് പതിഞ്ഞു കയറി. ഒരു അറിവ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാണ്. ആ അറിവ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതും ഹാൻസ് നീലിനോട് പറഞ്ഞു, അത് നന്നായി പഠിച്ചാൽ ഈ ടെക്നിക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഹാൻസ് ആ ഗ്ലാസ് ആകുന്ന പ്രക്രിയയുടെ വേഗത ഒന്ന് കൂട്ടി. അതിനുവേണ്ടി കൈകൾ കൊണ്ട് ചില ആക്ഷൻസ് ഒക്കെ കാണിക്കുമ്പോൾ നീലിന് ആ ആക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് സ്ലോ ചെയ്താണ് ഹാൻസ് കാണിക്കുന്നത്. നീലിനും അത് മനസ്സിലായി. എന്തായാലും ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ആ രക്തത്തുള്ളി കൊണ്ടുണ്ടാക്കപ്പെട്ട പ്ലേറ്റ് ശരിക്കും ഒരു കണ്ണാടി പോലെയായി മാറി, ഒരു സ്ക്രീൻ പോലെ. ആ സ്ക്രീനിൽ അവര് ഒരു സ്ഥലം കാണുകയാണ്, ഒരു കോട്ട പോലുള്ള ഒരു സ്ഥലം. ആ സ്ഥലം കണ്ടതും ഹാൻസ് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രി, അത് ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരുടെ കോട്ടയാണ്. ആ ഭാഗത്താണ് നിങ്ങളുടെ സുഹൃത്ത് അവസാനമായി ഉണ്ടായിരുന്നത്. അതിന് മറുപടിയായി നീല് പറഞ്ഞു, എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ പറയാൻ നീല് ഒരു നിമിഷം പോലും താമസിച്ചില്ല എന്നാണ് സത്യം. മോർണിംഗ് അപകടത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീല് ചെല്ലേണ്ടിയിരിക്കുന്നു. മോർണിംഗിന്റെ വസ്ത്രത്തിൽ നിന്ന് കീറിയ ഒരു സാധനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നീലിന് കിട്ടിയിരിക്കുന്നത്. മോർണിംഗിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇപ്പൊ നീലിനില്ല. നീലും ഹാൻസ് ജോബ്സും ആ രണ്ട് സ്ത്രീകളും ആ വാഹനത്തിലേക്ക് കയറിയതും വാഹനം മൂവ് ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരു മണിക്കൂറോളം അവർ ആ വാഹനത്തിൽ യാത്ര ചെയ്ത് കഴിഞ്ഞതും അവര് നേരത്തെ ആ ഡിവിനേഷൻ ടെക്നിക്കിലൂടെ നീല് കണ്ട ആ കോട്ടയുടെ സമീപത്തെത്തി. ശരിക്കും അതൊരു കോട്ടയല്ല, അതൊരു സാധാരണ സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലത്തിന് ചുറ്റുമായി കോട്ടയുടെ രീതിയിൽ ഒരു അദൃശ്യമായ കവചമുണ്ട്. അതൊരു ഫോർമേഷൻ കവചമാണ്. സാധാരണ ഗതിയിലുള്ള മതിലല്ല അത്. അതിശക്തമായ ഫോർമേഷൻ ടെക്നിക്കിലൂടെ
നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു മതിലാണ് അവിടെ കാണുന്നത്. ആ മതിലിന്റെ അടുത്ത് എത്താറായതും ഹാൻസ് അദ്ദേഹത്തിന് ആ വാഹനം നിർത്തി. ഹാൻസ് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് വരാനാവില്ല. ഹാൻസ് തന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തിയതും നീലും ആ രണ്ട് പെൺകുട്ടികളും ആ വാഹനത്തിൽ നിന്നിറങ്ങി. ഹാൻസ് അതിവേഗം അവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. നീലും സ്വിഗ്നയും യുഗ്രിയും നടന്ന് ആ മതിലിനടുത്തെത്തി. ശക്തമായ ഒരു മതിലാണ് അവിടെ കെട്ടിയിരിക്കുന്നത്. പക്ഷെ അത് ഒരു ഫോർമേഷൻ ബേസ്ഡ് മതിലാണെന്ന് വ്യക്തവുമാണ്. സാധാരണ മതിലാണെങ്കിൽ അതിവേഗം പൊളിക്കാൻ പറ്റും. ഫോർമേഷൻ ആ മതിലിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് പൊളിക്കാൻ വലിയ പാടായിരിക്കും. സ്വിഗ്ന അവിടെ വാളെടുത്ത് ആ മതിൽ നേരെ ഒന്ന് ചൂണ്ടിയിട്ട് ആ വാള് മുകളിലേക്ക് ഉയർത്തി. ശരിക്കും അവളിപ്പോ ഡാവോ യുവാൻ ലെവലിന്റെ പീക്കിൽ എത്തിയിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്താൽ അവൾ എത്തുന്നത് സുപ്രീം എംപറർ ലെവലിലേക്കാണ്. അവളിപ്പോ സുപ്രീം എംപറർ ലെവലിലാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ബ്രേക്ക് ചെയ്ത് സുപ്രീം എംപറർ ലെവലിലേക്ക് കടന്നിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ അവൾക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണത്തെക്കുറിച്ചും അവൾക്കിപ്പോ നല്ല ധാരണയുണ്ട്. അവള് അതിവേഗം ലെവലുകൾ കയറ്റാൻ വേണ്ടി ഇഷ്ടംപോലെ മരുന്നുകൾ കഴിപ്പിക്കാൻ ആ സ്കൈമെസ്റ്റ് സെക്ഷൻകാർ ബോധപൂർവം ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് അവളുടെ ലെവലുകൾ ഉറയ്ക്കാതെയാണ് അവൾ മുകളിലോട്ട് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഡാവോ യുവാനിൽ നിന്ന് സുപ്രീം എംപറിലേക്ക് കടക്കാനുള്ള ആ ശ്രമം നടത്തിയപ്പോൾ അവൾക്ക് പറ്റാതെ പോയത്. എന്നാലും അവൾ ഡാവോ യുവാൻ ലെവലിലെ പീക്ക് സ്റ്റേജിലെ യോദ്ധാവാണ്, ശക്തിയാണ്. ആ ശക്തി അവൾ അവളുടെ വാളിലേക്ക് ആവാഹിക്കുമ്പോൾ ഒരു വൻ പ്രകമ്പനമാണ് അവളുടെ ആ വാള് ആ മതിൽ സൃഷ്ടിച്ചത്. ശരിക്കും അവളെ വാള് ഉയർത്തി ആഞ്ഞു വെട്ടുകയാണ്. ഒറ്റ വെട്ടിന് ആ ബാരിയർ തകർക്കാനുള്ള എല്ലാ കരുത്തും സ്വിഗ്നയ്ക്കുണ്ട്. പക്ഷേ ആ വാള് ആ ബാരിയറിൽ പതിച്ചതും സ്വിഗ്ന പുറകോട്ട് തെറിച്ചു. അവളെ തെറിച്ച് തറ വീഴാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് സിന്നർ അവളെ താങ്ങിയായിരുന്നു. സിന്നർ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായും സ്വിഗ്ന താഴെ വീണനെ. തന്നെ പിടിച്ച സിന്നറോട് താങ്ക്സ് പറഞ്ഞ സ്വിഗ്ന സിന്നറോട് പറഞ്ഞു, സിന്നർ, ഇത് അത്ര എളുപ്പം തകർക്കാൻ പറ്റില്ല. അങ്ങനെ സ്വിഗ്ന പറഞ്ഞതും നീല് ആ മതിലിനടുത്തേക്ക് വന്നു. നീലിന്റെ എല്ലാ ശക്തിയും നീല് തന്റെ വാളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വാള് കൊണ്ട് ആ മതിൽ ആഞ്ഞു വെട്ടിയപ്പോൾ ഒരു പ്രതീക്ഷ നീലിനുണ്ടായിരുന്നു. പക്ഷേ ഡ്രാഗൺ പവറും ആ ലൈറ്റ്നിങ് പവറും ലൈഫ് റൂണിന്റെ പവറും എല്ലാം നീൽ ഉപയോഗിച്ചെങ്കിലും ആ സ്ട്രൈക്ക് ശരിക്കും ഫലം തരാതെ പോവുകയാണ്. സിഗ്നയും അതുപോലെ നീലും പെട്ടതുപോലെയായി. ശക്തരായ രണ്ടാളുകളും പരാജയപ്പെട്ട നിമിഷത്തിൽ യുഗ്രി നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രി, ഞാനൊന്ന് നോക്കട്ടോ. അങ്ങനെ യുഗ്രി ചോദിച്ചപ്പോ മുഖത്ത് അതിശയമുണ്ടായത് സിഗ്നയ്ക്കാണ്. സിഗ്ന യുഗ്രിയോട് പറഞ്ഞു, ഹേയ് യുഗ്രി, നീ എന്തായി പറയുന്നത്? ഞങ്ങൾ വിചാരിച്ചിട്ടേ പറ്റിയില്ല, നീ പിന്നെ അതെങ്ങനെ ശരിയാക്കും? ഈ യുഗ്രി ഇപ്പോ ഒരു സെയിന്റ് കിങ് ലെവലിലെ യോദ്ധാവാണെന്ന് പറയാം. നീലാണെങ്കിൽ ഒറിജിൻ കിങ് ലെവലാണ്. അതിന് തൊട്ടടുത്ത ലെവലിലാണ് സാക്ഷൽ സിഗ്ന ഉള്ളത്. അപ്പോ ഡാവോ യുവാൻകാരും ഒറിജിൻ കിങ്കാർക്കും പറ്റാത്തത് ഒറിജിൻ ലെവലിലും താഴെയുള്ള സെയിന്റ് കിങ്ങിലെ ആ പെൺകുട്ടിക്ക് എങ്ങനെ പറ്റുമെന്ന് ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊന്നും തന്നെ വിഷയമല്ല എന്ന് ഉറച്ചു വിശ്വസിച്ച യുഗ്രി അവളുടെ രണ്ട് കൈകളും ആ മതിലോട്ട് അങ്ങ് ചേർത്ത് വെച്ചു. നേരത്തെ നീലും അതുപോലെ സ്വിഗ്നയും ആ മതിലിലേക്ക് ബലം കൊടുത്തപ്പോൾ അവർ രണ്ടുപേരെയും ആ മതില് പുറകോട്ട് തള്ളുകയായിരുന്നു. അദൃശ്യമായ ഒരു ഫോഴ്സ് അവർ രണ്ടുപേരെയും എടുത്തെറിഞ്ഞു എന്നതാണ് സത്യം. പക്ഷെ യുഗ്രി അവളുടെ രണ്ട് കൈപ്പത്തിയും ആ മതിലിലേക്ക് അങ്ങനെ ചേർത്ത് പിടിച്ചത് അവളുടെ കയ്യിലൂടെ ഒരു പ്രകാശം മതിലിലേക്ക് കടക്കുകയാണ്. ആ നിമിഷത്തിൽ ആ മതിൽ ഒരു അനക്കം ഉണ്ടായി, ഒരു വിറയൽ. പതുക്കെ പതുക്കെ അവിടെ ആ വിറയ്ക്കുന്ന ഭാഗത്ത് ആ അദൃശ്യമായ ബാരിയർ വിസിബിൾ ആകുന്നതും ബ്രേക്ക് ആവുന്നതും സ്വിഗ്നയും അതുപോലെ നീലും കണ്ടു. സ്വിഗ്നയ്ക്ക് ഭയങ്കര അതിശയം. ഈ പെൺകുട്ടി ഇതെങ്ങനെയാ സാധിക്കുന്നത്? ഒരു ആയുധം എടുക്കാതെ കൈകൾ ആ മതിലിലേക്ക് ചേർത്ത് വെച്ച് ആ പെൺകുട്ടി ഇതാ ആ ബാരിയർ പൊട്ടിക്കുകയാണ്. ഈ സമയത്ത് നീല് യുഗ്രിയെ ശ്രദ്ധിക്കുകയാണ്. യുഗ്രിയുടെ ബോഡി ശരിക്കും ക്ഷീണിക്കുന്നത് നീലിന് കൃത്യമായി കാണാം. അവളുടെ ഉള്ളിൽ നിന്ന് ഒത്തിരിയേറെ ഊർജം ആ കൈകളിലൂടെ ആ മതിലേക്ക് കടക്കുന്നുണ്ടെന്ന് വ്യക്തം. നീല് അവളെ നോക്കുന്ന മനസ്സിലാക്കിയ യുഗ്രി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രി, എനിക്ക് ഇതിനപ്പുറം പറ്റത്തില്ല. ഇപ്പോ ഗ്രി ശ്രമിച്ചാൽ ഇതിന് തകർക്കാം. അവള് അതിന്റെ ഒരു പ്രാരംഭ ഘട്ടമാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അവളുടെ ഇന്നറ്റ് എബിലിറ്റിയാണ് ആ മതിലിന്റെ പ്രൊട്ടക്ഷനെ ഏതാണ്ട് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻകാർക്ക് എപ്പോഴും എൻട്രി നടത്താനും പുറത്തേക്ക് പോകാനും കഴിയുന്ന ശൈലിയില ആ മതിലിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ രക്തം യുഗ്രിയുടെ ദേഹത്തുമുണ്ട്. അതുകൊണ്ടാണ് അവള് തൊട്ടപ്പോ ആ പ്രതിരോധ സംവിധാനം ഒന്ന് നിശ്ചലമായത്. അത് നീലിന് അറിയാം. നീല് സമയം കളയാതെ തന്റെ സോഡിലേക്ക് ഡ്രാഗൺ പവറും എമോട്ടൽ ഫ്ലെയിംസും അതുപോലെ ഡിവൈൻ ലൈറ്റനിങ്ങും ലൈഫ് റൂണും ഡീമൺ എനർജിയും ഒരുമിച്ച് യോജിപ്പിക്കുകയാണ്. 5 വ്യത്യസ്ത പവറുകൾ. ആ 5 പവറുകളും നീലിന്റെ ആ വാളിലേക്ക് 5 വഴികളായി
വന്ന് യോജിക്കുന്ന ആ രംഗം സിഗ്നയിൽ വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഒരു ഭാഗത്തൂടെ ആ ഡീമൻ എനർജി, മറ്റൊരു ഭാഗത്തൂടെ ലൈഫ് റോഡ്, വേറൊരു ഭാഗത്തൂടെ ആ മിന്നല്, വേറൊരു ഭാഗത്തൂടെ ചുവന്ന നിറത്തിലുള്ള ആ ഫ്ലെയിംസ്, ഇതാ മറ്റൊരു ഭാഗത്തൂടെ ഡ്രാഗൺ എനർജി. 5 പവറുകൾ ആ വാളിലേക്ക് കേന്ദ്രീകരിച്ചതും നീല് വാള് മുകളിലേക്ക് ഉയർത്തിയ ഒരു അറ്റപ്പെട്ട് ശക്തമായ ആ സൈക്കിൾ, ആ ബാരിയർ 2ആയി മുറിഞ്ഞു മാറി. അത് കണ്ടതും നീല് സിഗ്നയും യുഗ്രിയും കൊണ്ട് അതിവേഗം ആ മതിലിനകത്തേക്ക് കടന്നു. അവർ മതിലിനകത്തേക്ക് കടന്നതും ആ മതില് പിന്നെ യോജിച്ചു. ആ മതിലിനെ തകർത്തെറിയാൻ നീലിന് പറ്റിയിട്ടില്ല. ഒരു വിള്ളൽ ഉണ്ടാക്കാനേ പറ്റിയുള്ളൂ. നീല അകത്ത് കിടക്കുക എന്നുള്ളതാണ് സർവ്വപ്രധാനം. എന്തായാലും ആ മൂവർ സംഘം അകത്തേക്ക് കടന്നു. അകത്തേക്ക് കിടന്ന് അവർക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് സാക്ഷാൽ മോർണിംഗിനെയും ലിങ്ഡൺ ഗ്രീയുമാണ്. പക്ഷെ അതിവിശാലമായ ഒരു കോട്ട പോലെയാണ് അവർ കയറിയിരിക്കുന്ന സ്ഥലം നിൽക്കുന്നത്. ആ കോട്ടയ്ക്കുള്ളിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നുള്ള ഒരു സൂചന അവർക്കുണ്ട്. പക്ഷെ ആ ബിൽഡിംഗ് കാണാൻ പറ്റുന്നില്ല. അത്ര ഡെൻസ് ആയിട്ട് മരങ്ങൾ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഒരു കാട്. ആ കാടിനകത്ത് എവിടെയാണ് മോർണിംഗും ലിങ്ഡനും ഉള്ളത്? ആ ചോദ്യം നീലിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരു ഗുഹയിൽ സാക്ഷാൽ ലിങ്ഡൺ ഗ്രീ അവിടെ ചമ്രപടിഞ്ഞിരിക്കുകയാണ്. അയാൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, അതേ ഇരിപ്പിൽ. 2 ദിവസം മുമ്പ് മോർണിംഗും ലിങ്ഡനും ഒരു ജീവൻ വന്ന പോരാട്ടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരാണ്. മോർണിംഗ് ആ ഗുഹയുടെ പുറത്ത് ലിങ്ഡനെ കാവൽ നിൽക്കുകയാണ്. ലിങ്ഡന്റെ പരിക്കുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും ഭേദമായിട്ടുണ്ട്. മോർണിംഗ് ലിങ്ഡനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിയത്. ആ ജീവൻ മരണ പോരാട്ടം അവർ നടത്തിയിരിക്കുന്നത് സാക്ഷാൽ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആ യോദ്ധാക്കളുമായിട്ടാണെന്നുള്ള കാര്യം ഇപ്പോൾ അവർക്ക് 2 പേർക്കും അറിയാം. ലിങ്ഡൻ ആ കൾട്ടിവേഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി മോർണിംഗിന്റെ അടുത്തേക്ക് എത്തി. മോർണിംഗ്, ഇനി എന്താ നമ്മുടെ പരിപാടി? അങ്ങനെ മോർണിംഗിനോട് ലിങ്ഡൻ ചോദിക്കുമ്പോൾ മോർണിംഗിന്റെ കണ്ണുകൾ അവിടുന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ദിശയിലേക്ക് തിരിഞ്ഞു. ലിങ്ഡൻ, നിന്റെ ഹോൾ മാസ്റ്റർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ലിങ്ഡൺ കേൾക്കാൻ ആഗ്രഹിച്ച വാചകമാണ് മോർണിംഗിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും അവർ 2 പേരും അധിക സമയം കഴിയുമ്പോൾ അവിടുന്ന് ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചു. നീലും സിഗ്നയും അതുപോലെ യുഗ്രിയും മോർണിംഗിനെയും ലിങ്ഡനെയും നോക്കി നടക്കുകയാണ്. അവര് വളരെ ശ്രദ്ധിച്ച് ആ കാട്ടിനകത്തൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുന്നിലേക്ക് ആ നിമിഷത്തിലാണ് മോർണിംഗും ലിങ്ഡനും പറന്നിറങ്ങിയത്. ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലായതും സിഗ്ന ശരിക്കും വാള് വലിച്ചൂരി കഴിഞ്ഞിരുന്നു. വാള് വലിച്ചൂരിയ സിഗ്ന നീലിനും യുഗ്രിക്കും മുന്നിലായി ആ വാളുമായി നിലയുറപ്പിച്ചതും അവരുടെ നേരെ എതിർഭാഗത്ത് മോർണിംഗും ലിങ്ഡനും നിൽക്കുകയാണ്. ലിങ്ഡൻ നീലിനെ കണ്ടതും ഉറക്കെ വിളിച്ചു, ഹോൾ മാസ്റ്റർ. ആ വിളിച്ച ലിങ്ഡൺ മുട്ട് താഴ്ത്തി നീലിനെ വണങ്ങൂടി ചെയ്തതും സിഗ്ന ശരിക്കും അമ്പരന്ന് പോവുകയാണ്. നീല് സിഗ്നയോട് പറഞ്ഞു, അവര് നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഈ സമയത്ത് നീല് മോർണിംഗിനെ ശ്രദ്ധിക്കുകയാണ്. മോർണിംഗിനെ പരിക്കേറ്റിട്ടുണ്ട്. മോർണിംഗ്, എന്താ പറ്റിയേ? ടു മാസ്റ്റർ, ബ്ലഡ് സ്പിരിറ്റുകളുടെ ആളുകളുമായി ഞങ്ങള് ഒന്ന് ഏറ്റുമുട്ടിയായിരുന്നു, അതാ ഈ പരിക്ക്. ഏറ്റുമുട്ടലിന് ശേഷം ലിങ്ഡനും മോർണിംഗും പരിക്കേറ്റാണ് രക്ഷപ്പെട്ടത്. 2 പേരുടെ ശക്തി പൂർണ്ണമായും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്ന് നീലിന് ആ നിമിഷം മനസ്സിലാവുകയും ചെയ്തു. മോർണിംഗും നീലും ലിങ്ഡനും സിഗ്നയും യുഗ്രിയും ഇപ്പോ ചർച്ച ചെയ്യുന്നത് ആ ബ്ലഡ് സ്പിരിറ്റുകളുടെ ആസ്ഥാനത്തേക്ക് എങ്ങനെ കടക്കാം എന്നതിനെ കുറിച്ചാണ്. അങ്ങനെ അവര് ചർച്ച ചെയ്ത ആ നിമിഷത്തിൽ മോർണിംഗ് ഒരു ദിശയിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു, ഏയ്, ഒളിച്ചു നിന്ന് കാര്യം കേൾക്കുന്നു. മോർണിംഗ് നോക്കിയ ദിശയിലേക്ക് സകലരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആ മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. ലേശം പ്രായമുള്ള വ്യക്തിയാണ് പുറത്തേക്ക് വന്നത്. ആ ആളെ കാണുമ്പോഴേ അറിയാം അത് ബ്ലഡ് സ്പിരിറ്റ് ക്ലാനുമായി ബന്ധപ്പെട്ട ആളാണെന്ന്. ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ 6 ആളുകളിൽ ഒരാളാണ് ആ വന്ന കക്ഷി. അയാളെ അവരുടെ ഗ്രൂപ്പിലെ ബാക്കി ആളുകൾ വിളിക്കുക 5th ബ്രദർ എന്നാണ്. നേരത്തെ മരിച്ചുപോയ കക്ഷി വിളിക്കുക 6th ബ്രദർ എന്നാണ്. ശക്തിയുടെ ഒരു അളവ് വെച്ചിട്ടാണ് ശരിക്കും ഈ 1st ബ്രദർ, 2nd ബ്രദർ തുടങ്ങിയ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ 1st ബ്രദറാണ്. ഇപ്പോ ഏറ്റവും ശക്തി കുറവ് 6th ബ്രദർക്കായിരുന്നു. ആ 6th ബ്രദറാണ് കൊല്ലപ്പെട്ടത്. ഇപ്പൊ എത്തിയിരിക്കുന്നത് 5th ബ്രദറാണ്. ആ 5th ബ്രദർക്കാണ് ആ സ്ഥലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം നോക്കാനുള്ള ചുമതല. ഈസ്റ്റ് ഭാഗത്തേക്ക് 4ാമത്തെ ബ്രദറും നോർത്തിലേക്ക് 2ാമനും സൗത്തിലേക്ക് 3ാമനും പോയിരിക്കുകയാണ്. ആ 1ാമത്തെ കക്ഷി ഈ സമയത്ത് ബ്ലഡ് റൺസിന്റെ ആ രഹസ്യ സങ്കേതത്തിനകത്താണ്. അയാളെ എല്ലാ വിഷ്വലുകളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. പുറത്തുള്ള 4 പേരുടെയും കൈവശമുള്ള ടോക്കണുകളിലൂടെ അവരുടെ യഥാസമയത്തുള്ള ലൊക്കേഷൻ കൃത്യമായിട്ടും ആ 1ാമന് കിട്ടുന്നുണ്ട്. അതൊക്കെ ആ സ്ക്രീനിൽ കാണുകയും ചെയ്യും. ആ മെച്ചിങ് വേൾഡിനകത്തുനിന്ന് വിഷ്വലുകൾ ലഭിക്കുന്നതിനുള്ള അനവധി സംവിധാനങ്ങൾ അയാൾ ഒരുക്കിയിട്ടുണ്ട്. ആ വിഷ്വലുകൾ അയാൾ ഒന്നൊന്നായി ഇങ്ങനെ നോക്കുകയാണ്. അയാളിപ്പോ അയാളുടെ കൂടെയുള്ള 4 ആളുകളെയും അയച്ചിരിക്കുന്നത് 2 ആളുകളെ കണ്ടുപിടിക്കാനാണ്. ഒന്ന്, അവരുമായി ഏറ്റുമുട്ടിയ ആ ചുവന്ന വസ്ത്രധാരിയായ സ്ത്രീ. 2,
രക്തനിറത്തിലുള്ള മൂടൽ മഞ്ഞുകൊണ്ട് മറയ്ക്കപ്പെടുന്നതിന് മുമ്പ് അവര് കണ്ട ആ കറുത്ത സിംഹത്തിന്റെ പുറത്തുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ, ഇവര് രണ്ടുപേരെയും കണ്ടുപിടിക്കാനായിട്ടാണ് ആ 4 ആളുകളെ ആ ഒന്നാമൻ 4 ദിശകളിലേക്ക് അയച്ചത്. അതിൽ 5-ാമന്റെ മുന്നിലേക്കാണ് നമ്മുടെ ടീം എത്തിയിരിക്കുന്നത്. മോർണിംഗ് പറഞ്ഞത് കേട്ടതും ആ മനുഷ്യൻ പുറത്തേക്ക് വന്നു. അയാള് മോർണിംഗിനോടായി പറഞ്ഞു, ഹേയ് സുന്ദരി, നിന്റെ സ്ട്രെങ്ത് അപാരം. നീ കൃത്യമായും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്തു. അത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ ആ ആള് പറഞ്ഞതും മോർണിംഗ് അയാളോട് പറഞ്ഞു, നിന്നെ അവസാനിപ്പിക്കാനായിട്ടാണ് ഞാൻ നിന്നെ കണ്ടെത്തിയത്. അതിന് മറുപടിയായി അയാളൊന്ന് ചിരിച്ചു. ഹേയ് സുന്ദരി, ഇവിടെ ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ മിസ്റ്റിക് വേൾഡിനകത്ത് നിങ്ങളൊക്കെ വെറും ഉറുമ്പുകളാണ്. നിങ്ങൾ എത്ര ശക്തരാണെന്ന് വിചാരിച്ചാലും ഇവിടെ അതൊന്നും നടക്കില്ല. ഇവിടെ എല്ലാം ഞങ്ങൾ കൺട്രോൾ ചെയ്യും. ആ 5-ാമത്തെ ബ്രദർ പറയുന്നത് 100% ശരിയായ കാര്യമാണ്. ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം പൂർണ്ണമായും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനുമായി കണക്ട് ചെയ്താ നിൽക്കുന്നത്. അത് കേട്ടതും മോർണിംഗ് ഒരൊറ്റ കുതിപ്പ്. ശരിക്കും മോർണിംഗിന്റെ പരിക്കുകൾ മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുമ്പാണ് മോർണിംഗ് മുന്നോട്ട് കുതിച്ചത്. നീൽഗിരിയും സ്വിഗ്നയും ലിങ്ടനും അതുപോലെ യൂഗ്രിയൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴേക്കും മോർണിംഗും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആളും മുഖാമുഖം എത്തിക്കഴിഞ്ഞു. മോർണിംഗിനെ നോക്കി ആ വ്യക്തി പറഞ്ഞു, നിനക്ക് ഒരു 20-22 വയസ്സേ പ്രായം വരും. പക്ഷേ നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നത് നീ അതിശക്തിയാണ്. നിന്റെ ശക്തി വളരെ വളരെ വിദൂരതയിലുള്ള മറ്റെവിടുന്നോ നിനക്ക് കിട്ടിയതാണ്. ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം എന്താണെന്ന് സിക്കിനൊക്കെ അങ്ങോട്ട് മനസ്സിലായില്ല. മോർണിംഗിനെ അവക്കറിയാം. ഹാൻ കുടുംബവുമായി കണക്ഷനുള്ള മോ കുടുംബം, സിക്കിനയുടെ സ്കൈ വെസ്റ്റ് സെക്ഷനൊക്കെ അറിയും. ആ മോർണിംഗിനെ കുറിച്ചാണ് ഇപ്പോ ആ മനുഷ്യൻ പറഞ്ഞത്. അയാളെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാതെ മോർണിംഗ് ഒരൊറ്റ കുതിപ്പ്. മോർണിംഗിന്റെ കയ്യിൽ ഇപ്പോ ഐസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു സോഡ ഉള്ളത്. ആ ഐസ് സോഡ അതിവേഗതയിൽ അന്തരീക്ഷം താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ചുറ്റും അങ്ങ് തണുക്കുകയാണ്. ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ ഈർപ്പ് മുഴുവൻ വലിച്ചെടുത്തുകൊണ്ട് അവിടെ ഐസിന്റെ ഒരു കട്ട തന്നെ ഉണ്ടായി. ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ യോദ്ധാവിന് ചുറ്റുമായി വൻതോതിൽ ഐസ് കെട്ട രൂപപ്പെട്ടതും അയാള് ഒന്ന് അലറി. അയാൾ കൈ രണ്ടൊന്ന് വിടർത്തിയിട്ട് അയാളുടെ കയ്യിലുള്ള വാളുകൊണ്ട് അയാൾ ആഞ്ഞെന്ന് വീശുകയാണ്. അങ്ങനെ വീശിയതും ചൂടും പ്രകാശവും കലർന്ന ഒരു വലിയ സംവിധാനം അവിടെ ഉണ്ടായി. ശക്തമായി ചൂടിങ്ങനെ അടിക്കുകയാണ്. അതിനോടൊപ്പം നല്ല തിളക്കവും പ്രകാശം ഇങ്ങനെ അതിവേഗം കടന്നു പോകുമ്പോൾ ആ ഐസ് കെട്ടകളെല്ലാം വെന്ത് വെണ്ണീറായി. രണ്ടുപേരും അവരുടെ ട്രംപ് കാർഡ് എന്ന് പറയാൻ കഴിയുന്ന ആക്ഷൻസാ നടത്തിയിരിക്കുന്നത്. ആ രണ്ടുപേരും നിൽക്കുന്ന ഭാഗത്തേക്ക് അടുക്കാൻ പറ്റത്തില്ല. അത്ര ശക്തിയിലാണ് അവർ രണ്ടുപേരും എതിർക്കുന്നത്. അത് സിഗ്നയ്ക്ക് മനസ്സിലാകുമ്പോഴേക്കും മോർണിംഗും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആ 5th ബ്രദറും തമ്മിലുള്ള യുദ്ധം അതിവേഗം അങ്ങ് രൂക്ഷമായി. രണ്ടാളുകളും കട്ടക്കട്ടക്ക് നിൽക്കുകയാണ്. മോർണിംഗിന് പൂർണ്ണ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയം കളയാതെ മോർണിംഗ് അയാളെങ്ങ് കൊന്നനെ. ഇതിപ്പോ അതല്ല സ്റ്റേജ്. മോർണിംഗിന് ഗുരുതരമായി പരിക്കുണ്ട്. ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആ 5th ബ്രദർ ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വീഴുന്നുമില്ല. സമയം മുന്നോട്ട് പോകുന്തോറും മോർണിംഗിന്റെ ശക്തി കുറഞ്ഞു വരികയാണ്. ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ ആള് പുതിയ പുതിയ ട്രംപ് കാർഡുകൾ രംഗത്തിറക്കുന്നതോടുകൂടി മോർണിംഗ് തളർന്നു തുടങ്ങുന്നത് നീല് കാണുന്നുണ്ട്. സിഗ്നയ്ക്ക് മോർണിംഗിനെ സഹായിക്കണമെന്നുണ്ട്. സിഗ്ന മുന്നോട്ട് കുതിക്കാൻ പോയതും നീല് സിഗ്ന പിടിച്ചു നിർത്തി. സിഗ്ന അവിടെ നിൽക്ക്. അങ്ങനെ പറഞ്ഞിട്ട് നീല് ഒരൊറ്റ കുതിപ്പ്. നീല് കുതിച്ച് മോർണിംഗിന്റെ അടുത്തെത്തി. മോർണിംഗിന്റെ പുറത്തേക്ക് ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിന്റെ ആ യോദ്ധാവിന്റെ അറ്റാക്ക് പതിക്കുന്നതിന് തൊട്ടു മുമ്പാണ് നീൽ അവിടെ എത്തിയത്. നീൽ എത്തുമ്പോഴേക്കും നീലിന്റെ ആ 9th സ്കൈ സ്പിയർ മോർണിംഗിന്റെ പുറത്തേക്ക് പാഞ്ഞു വരുന്ന വാളിനെ തടുക്കുകയും ചെയ്തു. ആ സമയത്ത് നീൽ അവിടെ കയറിയില്ലായിരുന്നെങ്കിൽ ആ വാള് മോർണിംഗിന്റെ പുറത്ത് പതിച്ചനെ. മോർണിംഗിനെ ശരിക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മോർണിംഗിന് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മോർണിംഗ് സുപ്രീം എംപർ ലെവലിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും ബേസുകൾ ഉറച്ചിട്ടില്ല. അതിന് കുറച്ചു ദിവസം സമയം വേണമെന്ന് മോർണിംഗ് തന്നെ നീലിനോട് പറഞ്ഞതാണ്. പക്ഷെ അതിനുള്ള സമയമൊന്നും അവർ കിട്ടിയിട്ടില്ല. മോർണിംഗിനെ ആ വാളിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ച നീല് മോർണിംഗിനോട് പറഞ്ഞു, മോർണിംഗ് ഇനി ഞാൻ ഏറ്റു. അങ്ങനെ പറഞ്ഞ നീല് യൂഗ്രിയോട് പറഞ്ഞു, യൂഗ്രി മോർണിംഗിനെ നോക്കിക്കോ. കേൾക്കേണ്ട താമസം യൂഗ്രി മോർണിംഗിന്റെ അടുത്തെത്തുകയും മോർണിംഗിനെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. മോർണിംഗിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. യൂഗ്രിയുടെ കൈവശം ഇഷ്ടംപോലെ പിൽസും മറ്റ് അനവധി സംവിധാനങ്ങളും ഉണ്ട്. അത് പെട്ടെന്ന് എടുത്ത് യൂഗ്രി മോർണിംഗിന് ആവശ്യമായ മരുന്നുകൾ കൊടുക്കുകയാണ്. അപ്പോഴും ആ 4 പേരുടെ കണ്ണുകൾ അവിടെ ആ ഫൈറ്റ് നടക്കുന്ന മേഖലയിലാണ്. നീൽഗിരിയുടെ ആ 9 നെതർ സ്ഫിയറും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാരന്റെ വാളും തമ്മിൽ രൂക്ഷമായ ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ഇതിനിടയിൽ എപ്പോഴും അയാൾ ആ വാള് പിൻവലിച്ച് അയാളും ഒരു കുന്തം കയ്യിലെടുത്തു കഴിഞ്ഞു. ഇപ്പോ രണ്ടുപേരുടെയും യുദ്ധം സ്പിയർ ഉപയോഗിച്ചാണ്. 9 നെതർ സ്കൈ സ്പിയർ ഉപയോഗിച്ചുള്ള നീലിന്റെ ആ ഫൈറ്റ് സിഗ്നയെ കാണുന്നുണ്ട്. സിഗ്ന മോർണിംഗിനോട് പറഞ്ഞു, ഇതിപ്പോ പ്രശ്നമാകും.
സിന്നർക്ക് അയാളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിന് മറുപടിയായി മോർണിംഗ് പറഞ്ഞു, ഹേയ് ടൂംബ് മാസ്റ്ററെ, അങ്ങനെ ആർക്കും പരാജയപ്പെടുത്താനാവില്ല. മോർണിംഗിനെ കണ്ട നിമിഷം മുതൽ മോർണിംഗ് ആവർത്തിച്ച് പറയുന്ന പേരാണ് ടൂംബ് മാസ്റ്റർ. കല്ലറയുടെ മാസ്റ്റർ എന്നാണ് പറയുന്നത്. എന്ത് കല്ലറ, എന്ത് മാസ്റ്റർ, അതാണ് സിഗ്നയ്ക്ക് അങ്ങോട്ട് മനസ്സിലാകാത്തത്. സിഗ്ന ശരിക്കും മനസ്സിലാക്കാതെ മോർണിംഗിനെ നോക്കിയിട്ട് മോർണിംഗോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ആ സിന്നർഗിരിയെ എപ്പോഴും ടൂംബ് മാസ്റ്റർ എന്ന് പറയുന്നത്? അതിനെ എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെ മോർണിംഗ് ആലോചിക്കുന്ന ആ സമയത്ത് നീലും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആ യോദ്ധാവും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. നീലിനെ സകല രീതിയിലും അയാൾ വളഞ്ഞിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഒരുപാട് ട്രംപ് കാർഡുകളുണ്ട്. ആ ട്രംപ് കാർഡുകൾ നീൽഗിരിയെ തീർക്കുമെന്ന ഘട്ടമെത്തുമ്പോ സിഗ്ന മുന്നോട്ട് കുതിക്കാൻ പോയതും മോർണിംഗ് സിഗ്നയെ കയറി പിടിച്ചു. ഏയ് സിഗ്ന, നീ ഇപ്പോ ടൂംബ് മാസ്റ്ററെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. ടൂംബ് മാസ്റ്റർ അങ്ങനെ അങ്ങ് പരാജയപ്പെടില്ല. മോർണിംഗ് വെറുതെ പറയുന്നല്ല എന്ന് അവളുടെ വാക്കുകൾ കേട്ടാൽ അറിയാം. പക്ഷേ സിഗ്നയ്ക്ക് അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. സിന്നർഗിരി ഒരു ഒറിജിൻ കിങ് ലെവലിലെ യോദ്ധാവാണ്. ഡാവോ യുവാൻ ലെവലിലെ പീക്ക് സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ആളാണ് ജി സിഗ്ന വിചാരിച്ചാൽ പോലും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആ യോദ്ധാവിനെ നേരിടാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഈ ഒറിജിൻ കിങ് ലെവലിലെ ആ സിന്നർഗിരി അയാളെ നേരിടും? ഒരു സംശയം സിഗ്നയ്ക്കുണ്ട്. സിഗ്നയുടെ മുഖത്തുള്ള ആ സംശയം മനസ്സിലാക്കിയ മോർണിംഗ് സിഗ്നയോട് പറഞ്ഞു, സിഗ്ന യു ജസ്റ്റ് വാച്ച്. അങ്ങനെ മോർണിംഗ് തീർത്തു പറഞ്ഞതും നിൽക്കുകളില്ലാതെ സിഗ്ന നീലിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അവൾ ശ്രദ്ധിക്കുന്നത് സിന്നർഗിരി ആണെങ്കിലും അവളുടെ മനസ്സിലേക്ക് അവൾ പോലും അറിയാതെ നീൽഗിരിയുടെ ചിത്രം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ സിന്നർഗിരിക്കും നീൽഗിരിക്കും വല്ലാത്തൊരു സാമ്യമുണ്ട്. രണ്ടുപേരുടെ പേരിന്റെ അവസാനം സർനെയിം ഗിരിയാണ്. അതിനും അപ്പുറത്ത് രണ്ടുപേരുടെ പൊക്കം, അവരുടെ ബോഡി ലാംഗ്വേജ്, സംഭാഷണ രീതി, ശബ്ദം, ഇതെല്ലാം ശരിക്കും സാമ്യം കാണിക്കുന്നുണ്ട്. സാമ്യമില്ലാത്തത് അവരുടെ കൾട്ടിവേഷൻ ലെവലാണ്. സിന്നർഗിരി ഒറിജിൻ കിങ് ലെവലുകാരനാണ്. നീല് വളരെ താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന കക്ഷിയാണ്. നീലിനെ അവസാനമായിട്ട് അവിടെ ആ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ സിഗ്നെ കാണുന്നത്. അന്ന് നീല് വളരെ താഴ്ന്ന ലെവലിലായിരുന്നു. അതിനുശേഷം അധികം സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ സിന്നർഗിരി അതല്ല. സിന്നർഗിരി ഒറിജിൻ കിങ് ലെവലുകാരനാണ്. സിഗ്നയ്ക്ക് അതുകൊണ്ട് തന്നെ സിഗ്നയ്ക്ക് ആ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് അവർ രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കാൻ പറ്റാതെ പോകുന്നത്. നീലിന്റെ ലെവല് സെയിന്റ് ലെവലിലാണ്. ഇതാണെങ്കിലോ ഈ സിന്നർ ആണെങ്കിൽ ഒറിജിൻ കിങ് ലെവലാണ്. സെയിന്റ് ലെവല്, സെയിന്റ് കിങ് ലെവല്, ഒറിജിൻ ലെവല്, ഒറിജിൻ കിങ് ലെവല്, ഒരുപാട് 4 മേജർ ലെവലുകൾ വ്യത്യാസമുണ്ട് സിന്നർഗിരിയും നീൽഗിരിയും തമ്മിൽ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സിഗ്നയുടെ മനസ്സിലേക്ക് നീൽഗിരിയും സിന്നർഗിരിയും ഒരു ആളാണെന്നുള്ള ആ യാഥാർത്ഥ്യം കടന്നു വരാത്തത്. മോർണിംഗ് ശരിക്കും ഈ സമയത്ത് നീലിന്റെ ആ യുദ്ധം ശ്രദ്ധിക്കുകയാണ്. നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി ഇപ്പോ ഒരു ചെറിയ പ്രകാശം ഉണ്ടായി വരികയാണ്. ആ പ്രകാശം കണ്ടതും മോർണിംഗിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവള് നേരത്തെ ഈ ശൈലിയുള്ള പ്രകാശം ഉപയോഗിച്ചാണ് ആ 6th ബ്രദറെ വകവരുത്തിയത്. അതേ പ്രകാശം ഇതാ നീലിന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടാവുകയാണ്. ആ പ്രകാശം കണ്ടപ്പോ ആദ്യം ഒരു പുഞ്ചിരി മോർണിംഗിന്റെ മുഖത്തേക്ക് വന്നെങ്കിലും ഇപ്പോ മോർണിംഗിന് ഒരു അമ്പരപ്പുണ്ട്. അവള് സംസാര ഗ്രേവിയാർഡിന്റെ പവറാണ് ആ 6th ബ്രദറിനെ തോൽപ്പിക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിച്ചത്. ഇപ്പോ നീൽഗിരിയും ആ പവർ എടുത്ത് ഉപയോഗിക്കുകയാണോ? അങ്ങനെ എപ്പോഴും സംസാര ഗ്രേവിയാർഡിന്റെ ആ ശക്തി എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യവും അവൾക്കറിയാം. അപ്പൊ പിന്നെ ഇതെന്താ സംഭവം? അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് മോർണിംഗിന്റെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കം ഉണ്ടാകുന്നത്. അവള് പതുക്കെ പറയുകയാണ്, ടൂംബ് മാസ്റ്ററുടെ ബ്ലഡ് ലൈൻ ആക്ടിവേറ്റ് ആയി. മോർണിംഗ് പെറുപിറുക്കുകയാണ്. പക്ഷെ പെറുപിറുത്തപ്പോ അവൾ പറഞ്ഞ ആ വാചകം അടുത്തേക്കുന്ന സിഗ്ന കേൾക്കുകയും ചെയ്തു. ടൂംബ് മാസ്റ്റർ, ബ്ലഡ് ലൈൻ, ഈ 2 വാക്കുകളാണ് അവളുടെ ശ്രദ്ധയപ്പെട്ടത്. അവളുടെ സാന്നിധ്യത്തിൽ ഇതിപ്പോ 3ാമത് തവണയാണ് മോർണിംഗ് ടൂംബ് മാസ്റ്റർ എന്ന പദം ഉപയോഗിക്കുന്നത്. വല്ലാത്തൊരു കൗതുകം ആ വാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അവള് കൗതുകത്തോടെ മോർണിംഗിനെ നോക്കുമ്പോൾ മോർണിംഗിന്റെ ശ്രദ്ധ പൂർണ്ണമായും നീൽഗിരിയിലാണ്. അത് മനസ്സിലാക്കിയ സിഗ്നയുടെ കണ്ണുകളും നീൽഗിരിയിലേക്ക് തിരിഞ്ഞു. അവൾക്കും ഒരു അതിശയം. ആ സിന്നർഗിരിക്ക് ചുറ്റുമായി ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന് വല്ലാത്തൊരു പവർ. ആ പ്രകാശം അങ്ങനെ കൂടി വന്നതും നീലിന്റെ കയ്യിലെ വാളിലേക്ക് ആ പ്രകാശം പതുക്കെ സംക്രമിക്കുകയാണ്. ശരിക്കും ആ വാളിലേക്ക് ആ പ്രകാശം കേന്ദ്രീകരിച്ചതും മറുഭാഗത്ത് നീലുമായി ഏറ്റുമുട്ടുന്ന ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആ യോദ്ധാവിന്റെ കണ്ണിൽ വല്ലാത്തൊരു അമ്പരം. അയാളുടെ ബോഡിയിൽ ഒരു സ്തംഭനാവസ്ഥ. അയാളുടെ മുഖത്തൊരു ഞെട്ടൽ കാണാനുണ്ട്. നീൽഗിരി അതൊന്നും നോക്കാതെ ആകാശത്തെ ചാടി ഉയർന്ന് ആ വാളുകൊണ്ട് ആഞ്ഞൊരൊറ്റപ്പെട്ടു. ആ പ്രകാശം ആകാശത്ത് താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരുമ്പോ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ 5ാമത്തെ ബ്രദർ ഒന്നും ചെയ്യാതെ നിശ്ചലനായി അങ്ങനെ നിൽക്കുന്ന ആ നിമിഷത്തിൽ നീലിന്റെ വാള് ആ മനുഷ്യന്റെ ഇടത് ഷോൾഡറിലൂടെ വലതു ഭാഗത്തേക്ക് കടന്നങ്ങ് പോയി. അതിന്റെ ഫലമായി ആ ബോഡി 2ആയി മുറിഞ്ഞ് താഴേക്ക് വീണു. സിഗ്നയും യുഗ്രിയും ലിങ്ഡൻ ഗ്രീയും അതേപോലെ മോർണിംഗിനും
വല്ലാത്തൊരു അതിശയം. പക്ഷെ മോർണിംഗ് ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വ്യക്തം. ഇവിടെ ഈ സംഭവം അങ്ങനെ അരങ്ങേറുമ്പോൾ അവിടെ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആ കൺട്രോൾ റൂമിനകത്ത് ഫസ്റ്റ് എൽഡർ ആ കാഴ്ച കണ്ടു. അയാളുടെ വലതു ഭാഗത്തുള്ള ടോക്കണുകളിൽ ഒന്ന് ഒരു ശബ്ദത്തോടെ പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. പൊട്ടിത്തകർന്നത് 5ാമത്തെ ബ്രദർ എന്ന് വിളിക്കുന്ന ആ യോദ്ധാവിന്റെ ടോക്കണാണ്. അയാളുടെ ജീവൻ നഷ്ടമായി എന്ന് സൂചിപ്പിക്കുന്ന ശൈലിയിൽ ടോക്കൺ പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. അസംഭവ്യം. ഇതെങ്ങനെ സംഭവിക്കും? അയാൾക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. ആദ്യം 6ാമത്തെ ആൾ കൊല്ലപ്പെട്ടു, ഇപ്പൊ ഇതാ 5ാമത്തെ ആൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇത് അങ്ങനെ വിട്ടാ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ അയാൾ അവിടെ നിന്ന് നേരെ പോയത് ഉള്ളിലെ മുറിയിലേക്കാണ്. അവിടെ നിന്ന് അയാൾ ഒരു വലിയ സ്ഫടികം പോലെ ഒരു കല്ല് പുറത്തെടുത്തു. ആ കല്ല് അയാള് പുറത്തെടുത്ത ആ നിമിഷത്തിൽ ആ കല്ലിൽ അയാൾ ചില ആക്ഷൻസ് ഒക്കെ കാണിച്ചു തുടങ്ങി. ഈ സംഭവം അവിടെ അങ്ങനെ നടക്കുമ്പോൾ ആ 5th ബ്രദർ വീണ ഭാഗത്ത് നീല് അയാളെ പരിശോധിക്കുകയാണ്. അയാളുടെ സ്റ്റോറേജ് റിങ്ങിനകത്ത് പല സാധനങ്ങളുണ്ട്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ എടുക്കുന്നതിനിടയിൽ ആ 5th ബ്രദറിന്റെ ബോഡിയിൽ നിന്ന് നീല് വെളുത്ത നിറത്തുള്ള ഒരു ചെറിയ കല്ല് കൂടി പുറത്തെടുത്തു. രത്നത്തിന് അത്രയും വലിപ്പമുള്ള ഒരു കല്ല്. ആ കല്ല് നീല് കയ്യിലെടുത്തതും മോർണിംഗ് നീലിനടുത്തെത്തി. നീൽ, അത് ഒരു എനർജി സ്റ്റോണാണ്, കളയരുത്. അത് കേട്ടതും നീല് ആ കല്ല് നേരെ സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് വെച്ചു. സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് ആ കല്ല് വെക്കുമ്പോഴാണ് നീല് മറ്റൊരു കാഴ്ച കാണുന്നത്. ലിറ്റിൽ ഗോൾഡ് നല്ല ഉറക്കം. അതിന് തൊട്ടപ്പുറത്തായി നീലിന് ഈഗ്രി കൊടുത്ത ആ പഴം കിടപ്പുണ്ട്, ആ പ്രോഫൗണ്ട് സ്പിരിറ്റ് ഫ്രൂട്ട്. അത് ലിറ്റിൽ ഗോൾഡ് തൊട്ടിട്ടേ ഇല്ല. ലിറ്റിൽ ഗോൾഡിന് വേണ്ടിയാണ് നീൽ ആ പഴം വാങ്ങിച്ചത്. പക്ഷെ നീല് ആ പഴം എടുക്കാൻ ലിറ്റിൽ ഗോൾഡിനോട് പറയാത്തത് ഉണ്ടാകാം. നീല് തന്റെ ബോധ മനസ്സിനെ സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഉറക്കെ ലിറ്റിൽ ഗോൾഡിനെ വിളിച്ചു. ലിറ്റിൽ ഗോൾഡ്, ആ പഴം എടുത്ത് കഴിക്കേ. പഴം എന്ന് കേട്ടതും ലിറ്റിൽ ഗോൾഡ് പെട്ടെന്ന് കണ്ണു തുറന്നു. കണ്ണു തുറക്കുമ്പോൾ നീലിന്റെ അവ്യക്തമായ രൂപം ലിറ്റിൽ ഗോൾഡിനെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ണു തുറന്നതും ലിറ്റിൽ ഗോൾഡ് നീലിന്റെ ശബ്ദം കേൾക്കുകയാണ്. ലിറ്റിൽ ഗോൾഡ്, ആ പഴം എടുത്ത് കഴിക്കേ. മാസ്റ്റർ, ആ പഴം മാസ്റ്റർക്കുള്ളതാണ്. ലിറ്റിൽ ഗോൾഡ്, നിനക്ക് ആ പഴം വേണമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാനത് യുഗ്രിന്ന് വാങ്ങിയത്. അത് കഴിച്ചു. പിന്നെ ഇത് കഴിച്ചാൽ എത്ര സമയം കഴിയുമ്പോൾ നീ ശക്തനാകും? മാസ്റ്റർ, ഒരു 30 മിനിറ്റ്സ്. അത്രയും സമയമേ എനിക്ക് വേണ്ടൂ. ലിറ്റിൽ ഗോൾഡ് അത് പറഞ്ഞതും നീല് ലിറ്റിൽ ഗോൾഡിനോട് പറഞ്ഞു, ഓക്കെ. അങ്ങനെ നീല് പറയുമ്പോഴേക്കും നമ്മുടെ ലിങ്ഡൻ ഗ്രീയും യു ഗ്രീയും നീലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. കൂടെ ജി സിഗ്നയും ഉണ്ട്. ജി സിഗ്ന കൗതുകത്തോടെ നീലിനെ നോക്കുകയാണ്. ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആ യോദ്ധാവ് സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാവാണ്. ആ ആളെ നിഷ്പ്രയാസമാണ് നീൽഗിരി വധിച്ചത്. നീല് അയാളെ വധിക്കുന്ന സമയത്ത് നീലിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു പ്രത്യേക തരത്തിലുള്ള പ്രകാശം ഉണ്ടായി. അത് ഈ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആ പോളാർ ലൈറ്റിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രകാശമാണ്. പക്ഷെ ആ ലൈറ്റ് കണ്ടപ്പോൾ മോർണിംഗ് പറഞ്ഞൊരു ഡയലോഗ് സിഗ്ന കേട്ടിട്ടുണ്ട്. റീഇൻകാർണേഷൻ ലൈറ്റ്, പുനർജന്മത്തിന്റെ ലൈറ്റ് എന്നാണ് ശരിക്കും മോർണിംഗ് പറഞ്ഞത്. എന്താണ് പുനർജന്മം? ഏത് പുനർജന്മം? ആരുടെ പുനർജന്മം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സിഗ്നയുടെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. പക്ഷെ ആ നിമിഷത്തിൽ മോർണിംഗിന്റെ കണ്ണുകൾ ഒരു പ്രത്യേക ദിശയിലേക്ക് മാറി. മോർണിംഗ് കൂടുതൽ എല്ലാവരുടെയും പറഞ്ഞു, നോക്ക്, അത് നോക്ക്. മോർണിംഗ് ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവർ നോക്കുമ്പോൾ അവര് കടന്നു വന്ന ആ മതില് അകത്തേക്ക് വരുന്നതാണ് അവർ കാണുന്നത്. മതില് അകത്തേക്ക് വരിക എന്ന് പറയുന്ന ആ സങ്കല്പം സാധാരണഗതിയിൽ അസംഭവ്യമാണ്. പക്ഷെ ഇവിടെ ആ എനർജി ബാരിയർ അകത്തേക്ക് ചുരുണ്ടു വരികയാണ്. അത് കണ്ടതും നീലും മോർണിംഗ് ഉൾപ്പെടെ എല്ലാവരും പുറകോട്ട് നടക്കാൻ തുടങ്ങി. അവര് പുറകോട്ട് നടക്കുമ്പോൾ ആ മതില് അകത്തേക്ക് വരികയാണ്. ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, എല്ലാ ഭാഗത്തു നിന്നും അകത്തേക്ക് ആ ബാരിയർ വരികയാണ്. മോർണിംഗിന് കാര്യം മനസ്സിലായി. മോർണിംഗ് നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർ നമ്മളെ അടുപ്പിച്ച് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നീലിനും കാര്യം മനസ്സിലായിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും ആ അതിർത്തിയെ അടുപ്പിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ടീം പൂർണ്ണമായും ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ മുന്നിലേക്ക് എത്തും. അത് അപകടമാണെന്ന് അറിയാമെങ്കിലും വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഇപ്പോൾ നീലും കൂട്ടരും. മോർണിംഗും നീലും ലിങ്ഡനും യുഗ്രിയും അതുപോലെ സിഗ്നയും പുറകോട്ട് നീങ്ങുകയാണ്. അവര് നടന്ന് എത്തിയത് ഒരു വലിയ ബിൽഡിങ്ങിന്റെ അടുത്താണ്. വൃത്താകൃതിയിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ അടുത്താണ് അവർ എത്തിയിരിക്കുന്നത്. അവിടെ ഒരു കോമ്പൗണ്ട് വാളുണ്ട്. ആ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് അവർ കടന്നതും ആ കോമ്പൗണ്ട് വാള് അങ്ങ് സീലായി. ഈ നിമിഷത്തിൽ ആ പുറത്തുനിന്ന് അകത്തേക്ക് വന്നുകൊണ്ടിരുന്ന ആ സംവിധാനം അങ്ങ് നിൽക്കുകയും ചെയ്തു. അകത്തുനിന്ന് ഒരു കയ്യടി. ആ കയ്യടി കേട്ട സ്ഥലത്തേക്ക് അവർ നോക്കുമ്പോൾ അവിടെ നിന്ന് 4 ആളുകൾ നടന്നു വരികയാണ്. ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ അതിശക്തരായ ആ 4 യോദ്ധാക്കളും നടന്ന് അവരുടെ മുന്നിലേക്ക് എത്തി. ഏറ്റവും മുന്നിലുള്ളത് ഒരു സന്യാസിയെ പോലെ തോന്നുന്ന ഒരു കക്ഷിയാണ്. അയാള് നല്ല വെളുത്ത താടിയാണ്. അയാളുടെ തൊട്ടുപുറയിൽ ഏതാണ്ട് അതേപോലെ പ്രായമുള്ള 3 ആളുകളുണ്ട്. പക്ഷേ 4 പേരും സുപ്രീം എംപറർ ലെവലിലുള്ളവരാണെന്ന് വ്യക്തമാണ്. ആ 4 പേരുടെയും നോട്ടം മോർണിംഗിലേക്കാണ്. ആ
അഞ്ചംഗ ടീമിൽ ഏറ്റവും ശക്ത ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മോർണിംഗ് ആണ്. ആ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിലെ ആളുകൾക്ക് ആ കാര്യം മനസ്സിലായി. മോർണിംഗ് സുപ്രീം എംപറർ ലെവലിലെ ഒരു യോദ്ധാവാണ്. പക്ഷേ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. യൂഗ്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ മരുന്നുകൾ മോർണിംഗിന്റെ പരിക്കിനെ ഒന്ന് ഭേദപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും പരിക്ക് മാറിയിട്ടില്ല. അത് മാറാൻ സമയമെടുക്കും. മോർണിംഗിനെ ഒന്ന് നോക്കിക്കൊണ്ട് അതിലെ ആ ഫസ്റ്റ് ബ്രദർ ഉറക്കെ പറഞ്ഞു, ഏയ് ആരാ നീ? ആ ചോദ്യത്തിന് മറുപടി പറയാതെ മോർണിംഗ് ആ 4 പേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കാനാ ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. മോർണിംഗ് അത് പറഞ്ഞതും ആ 4 പേരും ഒരുമിച്ച് ചിരിച്ചു പോവുകയാണ്. കൊള്ളാം 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 കൊള്ളാം, ഞങ്ങള് ശരിക്കും നല്ല തമാശകൾ കേട്ടിട്ട് ചിരിച്ച് കാലമേ മറന്നുപോയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ഈ ആത്മവിശ്വാസമുള്ള സംഭാഷണം ഞങ്ങൾക്ക് ഇഷ്ടമായി. ഏയ് സുന്ദരി, നീ ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിനക്ക് ഇപ്പൊ നിന്റെ ശക്തി മുഴുവൻ ഉപയോഗിക്കാൻ പറ്റില്ല. നീ പരിക്കേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് അഹങ്കാരം ഇനി വേണ്ട. മോർണിംഗിനോട് അങ്ങനെ തീർത്ത് പറഞ്ഞ ആ മനുഷ്യൻ മോർണിംഗിനോട് വീണ്ടും പറഞ്ഞു, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ആരാ ഞങ്ങളുടെ കൂട്ടത്തിലെ 2 പേരെ കൊന്നത്? 2 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ 2 പേരുടെയും മരണം ബാക്കിയുള്ള 4 പേർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ 6 പേരും ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. അവർ തമ്മിൽ വല്ലാത്തൊരു സൗഹൃദമുണ്ട്. ആ കൂട്ടത്തിൽ നിന്നാണ് 2 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 4മൻ ശരിക്കും ദേഷ്യത്തിലാണ്. അയാൾ മോർണിംഗിനെയും നീൽഗിരിയും എല്ലാവരും സൂക്ഷിച്ചു നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരെയായി ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരൊറ്റ കുതിപ്പ്. അയാൾ കുതിച്ചതും മോർണിംഗും മുന്നോട്ട് കുതിച്ചു. മോർണിംഗിനറിയാം ആ കൂട്ടത്തിൽ ഏറ്റവും ശക്ത അവളാണ് എതിരാളികളെ നേരിടേണ്ടത്. അവൾ മുന്നോട്ട് കുതിച്ചതും ആ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ യോദ്ധാവും അവൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് സ്റ്റാർട്ടായി. നേരത്തെ തന്നെ പരിക്കേറ്റിരിക്കുന്ന മോർണിംഗിന് ആ പരിക്ക് കാര്യമായി ഉള്ളത് കൊണ്ട് തന്നെ ഏതാനും മിനിറ്റുകൾ നേരം മാത്രമാണ് ആ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റിയത്. മോർണിംഗിന് പിടിച്ചേക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും നീല് മോർണിംഗിന്റെ അടുത്തേക്ക് രക്ഷിക്കാനെത്തി. മോർണിംഗിന്റെ അടുത്തേക്ക് ഓടിയെത്തി നീല് മോർണിംഗിനെ ആക്രമിക്കുകയായിരുന്ന ആ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ വാളിനെ നീലിന്റെ വാള് കൊണ്ട് തടുത്തു. അത് കണ്ടതും ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ ആളുകളും ചിരിച്ചു. കൊള്ളാം, ഒരു സുപ്രീം എംപറർക്ക് സപ്പോർട്ടായിട്ട് ഒരു ഒറിജിൻ കിങ്കാരൻ. കൊള്ളാം. ഹേയ് യങ് മാൻ, ഈ സ്ത്രീകളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് രസമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് ഞങ്ങളുടെ മുന്നിലാകുമ്പോൾ അതങ്ങോട്ട് ഫലപ്പെടില്ല. അങ്ങനെ പറയുമ്പോൾ ആ 4th ബ്രദർക്ക് വല്ലാത്തൊരു ചിരിയുണ്ട്. അവൻ നീലിനെ കൗതുകത്തോടെ ഒന്ന് നോക്കി. അടുത്ത നിമിഷത്തിൽ അവൻ നീലിനെ ആഞ്ഞ് വെട്ടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും നീലും ആഞ്ഞു വെട്ടി. 2 പേരുടെയും വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും നീൽഗിരി പുറകോട്ട് തെറിക്കുകയാണ്. നീല് പുറകോട്ട് തെറിച്ചപ്പോൾ സിഗ്നയ്ക്കും ലിങ്ഡനും യൂഗ്രിക്കൊക്കെ വല്ലാത്ത വിഷമം. അങ്ങനെ വിഷമം തോന്നുമെങ്കിലും അവർക്ക് സംഭവം അറിയാം, ഏറ്റുമുട്ടുന്നത് ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ ആളുകളുമായിട്ടാണ്. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ഓരോരുത്തരും ആലോചിക്കുമ്പോൾ യൂഗ്രിയുടെ രക്തം ഇങ്ങനെ തിളക്കുകയാണ്. അവൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഫീൽ ചെയ്യുന്നുണ്ട്. യൂഗ്രിയുടെ ആ ഒരു അനക്കം സ്വാഭാവികമായിട്ടും മോർണിംഗിന്റെ ശ്രദ്ധയപ്പെട്ടു. മോർണിംഗ് യൂഗ്രിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ ദേഹത്ത് കെട്ടി, ഏയ് യൂഗ്രി, കൂൾ ഡൗൺ. അങ്ങനെ മോർണിംഗ് പറയുമ്പോൾ അവിടെ നീലിന് ചുറ്റുമായി ഒരു ഫോർമേഷൻ സംഘം രൂപീകരിച്ചു കഴിഞ്ഞു. ശരിക്കും വാളുകൾ കൊണ്ടുള്ള ഒരു ഫോർമേഷനാണ് നീലിന് ചുറ്റും ഉണ്ടാക്കിയത്. ആയിരക്കണക്കിന് വാളുകൾ നീലിന് ചുറ്റുമായി ഫോർമേഷൻ തീർത്തപ്പോൾ സിഗ്ന അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. സിന്നർഗിരി ഇത് ശരിക്കും പെട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് സോഡുകൾ നീലിനെ വളഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ആ സോഡ് വളയത്തിനടുത്തേക്ക് ഓടിക്കേറാൻ സിഗ്ന ശ്രമിച്ചതും സിഗ്നയുടെ കയ്യിൽ മോർണിംഗ് പിടിച്ചു. മോർണിംഗിനോടായി സിഗ്ന പറഞ്ഞു, ഏയ് സിഗ്ന, നീ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ആ നിമിഷം നീ കൊല്ലപ്പെടും. ആയിരക്കണക്കിന് വാളുകളുടെ ഒരു വൃത്തത്തിനുള്ളിലാണ് ഇപ്പൊ നീല് നിൽക്കുന്നത്. ആ വൃത്തത്തിനകത്ത് നിൽക്കുന്ന സിന്നർഗിരിയെ സഹായിക്കാൻ തനിക്ക് പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് യഥാർത്ഥത്തിൽ സിഗ്നയെ മുന്നോട്ട് ചലിപ്പിച്ചത്. സിഗ്നോടായി മോർണിംഗ് പറഞ്ഞു, നോക്കൂ സിഗ്ന, ട്യൂബ് മാസ്റ്റർ പരാജയപ്പെടില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ട്യൂബ് മാസ്റ്റർ പരാജയപ്പെടില്ല. സംസാര ഗ്രേവിയാർഡിന്റെ ആ മാസ്റ്റർ പരാജയപ്പെടില്ല എന്നുള്ള മോർണിംഗിന്റെ വിശ്വാസം അവള് സിഗ്നയോട് പങ്കുവയ്ക്കുകയാണ്. പക്ഷെ സിഗ്നയ്ക്ക് അതിന്റെ ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. നേരത്തെ നീൽഗിരി ആ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ ഒരാളെ വധിച്ചത് അവൾക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ആയിരക്കണക്കിന് സോഡുകളാണ് നീലിനെ വളഞ്ഞിരിക്കുന്നത്. ആ സോഡുകളിൽ നിന്ന് രക്ഷപ്പെടാനായി നീല് തന്റെ കൈവശമുള്ള ആ 9 സ്കൈ സ്പിയർ അതിശക്തമായി ഉപയോഗിക്കുകയാണ്.
നീൽ ആ സ്പീർ കൊണ്ട് സകല വാളുകളെയും അടിച്ചു പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആ വാളുകൾ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നില്ല. ആ വാളുകളുടെ ശക്തി കൂടിക്കൂടി വരികയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ആ വൃത്തത്തിന് ചുറ്റുമായി ഒരു കറുത്ത പുക അങ്ങ് വ്യാപിച്ചു. ആ കറുത്ത പുക അതിവേഗമാണ് നീലിനെയും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആ യോദ്ധാവിനെയും ശരിക്കും അങ്ങ് വളഞ്ഞത്. ആ കറുത്ത പുക ആ എൻ്റെ സീനും മറച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ വളഞ്ഞു വന്നതും നീൽഗ്രീഡ് നെറ്റിയിൽ ഒരു കണ്ണ് തുറന്നു വരികയാണ്. ഈ സമയത്ത് നീൽഗ്രീഡ് നെറ്റിയിൽ ഒരു കറുത്ത കണ്ണുണ്ട്. ആ കണ്ണിൽ നിന്ന് ഒരു പുക പുറത്തേക്ക് ചാടിയതാണ്. ആ കറുത്ത പുക പുറത്തേക്ക് ചാടിയപ്പോഴാണ് ആ എൻ്റെ ഏരിയയും കറുത്ത പുകയ്ക്ക് ഉള്ളിലായത്. ആ കറുത്ത പുക ഇപ്പോ ആ സോഡ് വലയത്തിനകത്തുണ്ട്. നീല് ഏതാണ്ട് ഉറങ്ങും പോലെ നിൽക്കുകയാണ്. നീലിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ആ കറുത്ത പുക അതിവേഗതയിൽ ഒരു രൂപവും ആർജിച്ചു. ആ രൂപത്തെ കണ്ടതും ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനിലെ ആ യോദ്ധാവിന്റെ കിളി പോയതുപോലെയായി. അയാൾക്കോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ആ ചെറുപ്പക്കാരന്റെ നെറ്റി ഒരു കണ്ണിന്റെ രൂപത്തിൽ തുറക്കുന്നത് കണ്ട ആ നിമിഷത്തിൽ അയാൾ സ്തംഭിച്ചങ്ങനെ നിന്നതാണ്. ആ കണ്ണിൽ നിന്ന് ഒരു കറുത്ത പുക പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ആ കറുത്ത പുക ആ എൻ്റർ ഏരിയയും കവർ ചെയ്തു. ഇതാ ആ കറുത്ത പുക ഒരു ആൾ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത്ര ക്ലാരിറ്റി ഇല്ലാത്ത ഒരു രൂപം. ആ രൂപം ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ യോദ്ധാവിന്റെ നേരെ ഒന്ന് വിരൽ ചൂണ്ടി അയാളോടായി പറഞ്ഞു, നീ തൊടാൻ പാടില്ലാത്ത ആളെയാ തൊട്ടത്. ആ രൂപം അത് പറയുമ്പോൾ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ യോദ്ധാവിന്റെ മുട്ട് വിറച്ചു തുടങ്ങി. തൽഫലമായി അവൻ മുട്ടടിച്ച് താഴെ വീഴുകയും ചെയ്തു. അവനെ നോക്കി ആ രൂപം പറഞ്ഞു, ഇത് നീ വിചാരിക്കുന്ന ഒരാളെ അല്ല. ഇദ്ദേഹത്തിന്റെ അസ്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നീയും നിന്റെ ഈ ബ്ലഡ് സ്പിരിറ്റ് ക്ലാനും എന്ന് വേണ്ട സകലരും ഇദ്ദേഹത്തിന്റെ കൈയാൽ ഒടുങ്ങാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ ആ വ്യക്തി നേരെ നീലിന്റെ മുന്നിലേക്ക് വന്നു. നീല് ശരിക്കും സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. നീലിന്റെ മുന്നിലേക്ക് അയാൾ വന്നതും നീല് കണ്ണു തുറന്ന് ഒരേ നിമിഷത്തിലാണ്. നീല് അപ്പോഴാണ് ആ രൂപത്തെ കാണുന്നത്. ആ രൂപത്തെ കണ്ടപ്പോൾ നീലിന് വല്ലാത്തൊരു അതിശയം. നീല് ആ രൂപത്തോട് ചോദിച്ചു, സീനിയർ, അങ്ങ് സംസാര ഗ്രേവിയാർഡിലെയാണോ? സംസാര ഗ്രേവിയാർഡിനകത്തുള്ള 100 പേരിൽ ആരോ ഒരാൾ പുറത്ത് ചാടിയതാണ്. അങ്ങനെയാണ് നീലിന് തോന്നിയത്. അത് കേട്ടതും ആ വ്യക്തി നീലിനോട് പറഞ്ഞു, ഹേയ് നീൽഗ്രി, ഞാൻ സംസാര ഗ്രേവിയാർഡിനകത്തുള്ള 100 പേരിൽ ഒരാളല്ല. ഞാൻ നിന്റെ ബ്ലഡിൽ തന്നെയുള്ള ആളാണ്. നിനക്ക് സംരക്ഷണം നൽകാനായിട്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. നീ പേടിക്കണ്ട. ഈ ഒരാളെ കൊല്ലുന്ന ജോലി നിനക്കുള്ളൂ. അത് കഴിയുമ്പോൾ ബാക്കിയുള്ള ആളുകളെ കൊല്ലാൻ അതിൻ്റെതായ മാർഗം ഉണ്ടായിക്കൊള്ളൂ. ഈ ആളെ കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഒന്ന് കൈ ഉയർത്തിയത് നീലിന്റെ നെറ്റിയിലേക്ക് ഒരു പുക വന്നിടിക്കുകയാണ്. ആ നിമിഷത്തിൽ നീലിനൊരു ഫീലും ഉണ്ടായി. നീലിന്റെ ശക്തി ആ സെക്കൻഡിൽ വർദ്ധിച്ചതുപോലെ ഒരു ഫീലാണ് നീലിനുണ്ടായത്. പുകമറയ്ക്കുള്ളിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്ന ആളുകൾ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നീലിലേക്ക് തന്റെ ശക്തി പകർന്നു നൽകി കഴിഞ്ഞ ആ മനുഷ്യൻ തിരിഞ്ഞ് ആ മുട്ടുകുത്തിയിരിക്കുന്ന ആളോട് പറഞ്ഞു, നിന്റെ അവസാനം അടുക്കുകയാണ്. എന്റെ കൈയാലല്ല നീ കൊല്ലപ്പെടേണ്ടത്. അങ്ങനെ പറഞ്ഞതും ആ രൂപം വീണ്ടും കറുത്ത പുകയായി മാറി. ആ കറുത്ത പുക നീലിന്റെ നെറ്റിയിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തു. നീലിന്റെ നെറ്റിയിൽ നീലിന് ഒരു കണ്ണുള്ളത് കാണാൻ പറ്റില്ലല്ലോ. ആ കണ്ണിനകത്തേക്ക് ആ പുക അപ്രത്യക്ഷമായതും ആ കണ്ണ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നുന്ന ശൈലിയിൽ നെറ്റി വീണ്ടും ക്ലീനായി. നീലിന് വളരെ വളരെ യാദൃശ്യവശാലാണ് ആ സ്ലാട്ടർ സിറ്റിയിൽ വെച്ച് ശരിക്കും ആ ഈവിൾ മുത്ത് ലഭിക്കുന്നത്. ആ മുത്ത് നീല് വിഴുങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ നീലിന്റെ നെറ്റിയിൽ ആ കറുത്ത രൂപം നിലകൊള്ളുന്നത്. എന്തോ ചില രഹസ്യങ്ങൾ ആ രൂപവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നീലിപ്പോ കഥ മനസ്സിലായി. അത് മനസ്സിലാക്കിയ നീൽ ഒന്ന് പുഞ്ചിരിക്കുമ്പോഴേക്കും ചുറ്റുമുണ്ടായിരുന്ന കറുത്ത പുക പൂർണ്ണമായും മാറി. ആ കറുത്ത പുക മാറിയതും തന്നെ അമർത്തിയ ആ ശക്തി നഷ്ടമായത് മനസ്സിലാക്കിയ ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ ആ 4th ബ്രദർ ചാടി എണീറ്റു. അയാള് നീലിനെ നോക്കുകയാണ്. കൂട്ടത്തിൽ മറ്റേ കറുത്ത പുകക്കാരൻ ഉണ്ടെന്ന് നോക്കുകയാണ്. കറുത്ത പുകക്കാരൻ ഇല്ല. താൻ ശരിക്കും ഒരു ഹാലുസിനേഷനിൽ പെട്ടുപോയതാണോ? അവിടെ നേരത്തെ ഒരാളുണ്ടായിരുന്നു, ആ ആളെ ഇപ്പൊ കാണാനില്ല. അങ്ങനെ ആ വ്യക്തിക്ക് തോന്നുമ്പോഴേക്കും അയാളുടെ സുഹൃത്തുക്കൾ ഉറക്കെ വിളിക്കുകയാണ്, ഏയ് 4th ബ്രദർ, എന്താ ഇത്, കൊല്ലവനെ. ആ ശബ്ദം അയാളെ പ്രചോദിപ്പിച്ചതും അയാള് വാളുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നീൽഗ്രിയും മുന്നോട്ട് കുതിച്ചു. പക്ഷെ നീല് മുന്നോട്ട് കുതിക്കുമ്പോൾ നീലിന് തന്നെ ഫീൽ ചെയ്യാണ് തന്റെ വേഗതയും ശക്തിയും വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ തോന്നിയ നീല് അടുത്ത സെക്കൻഡിൽ ആ മനുഷ്യന്റെ തൊട്ടടുത്തെത്തുകയും ചെയ്തു. ആ വേഗതയിൽ ആ ചെറുപ്പക്കാരൻ തന്റെ അടുത്തെത്തുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന ആ യോദ്ധാവ് പെട്ടെന്ന് നീല് മുന്നിലേക്ക് വന്നതും അയാളുടെ വാളുകൊണ്ട് നീലിനെ തടുക്കാനായി വാളൊന്ന് ഉയർത്തിയതേ അയാൾക്ക് ഓർമ്മയുണ്ടാവും. അയാളുടെ കഴുത്ത് ഖണ്ഡിച്ചുകൊണ്ട്
നീൽഗിരിയുടെ വാളങ്ങി കടന്നുപോയി. കണ്ണഞ്ചിക്കുന്ന വേഗത്തിലായിരുന്നു നീലിന്റെ ആ മൂവ്മെന്റ്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആ അറ്റു വീഴുന്ന തലയിലെ കണ്ണിന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അമ്പരപ്പ് ആ കണ്ണുകൾക്കുണ്ട്. ആ കണ്ണുകൾക്ക് മാത്രമല്ല അമ്പരപ്പ്, ഈ രംഗത്തിന് സാക്ഷിയായിരിക്കുന്ന സിക്കിനെയും അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ വാ പൊളിച്ച് നിൽക്കുകയാണ്. സിക്കിനയുടെ വായിൽ കൂടി വേണമെങ്കിൽ ഇപ്പൊ ഈച്ചകൾ 1 ടൺ കടന്നു പോകും. ആ ശൈലിയില വാ പൊളിഞ്ഞു നിൽക്കുന്നത്. ആ ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡിന്റെ ആ 4th ബ്രദറെ നീല് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അരിഞ്ഞു തള്ളുകയായിരുന്നു. ആ വാള ഒന്ന് വീശിയതേ ഉള്ളൂ, ആ കഴുത്ത് അറ്റുപോവുകയായിരുന്നു. നീലറിയാം ഏതാനും മിനിറ്റുകൾ കൂടിയേ തനിക്ക് ആ ശക്തി ഉണ്ടാവുമെന്ന്. ബാക്കിയുള്ള ആളുകളെ നേരിടാൻ ആ ശക്തി വേണ്ടി വരില്ല എന്നും ആ കറുത്ത പുക നീലിനോട് പറഞ്ഞതും നീലിന് ഓർമ്മയുണ്ട്. ഇപ്പോൾ ആ ബാക്കിയുള്ള ആ 3 ബ്ലഡ് സ്പിരിറ്റ് ഗ്ലാൻഡ് യോദ്ധാക്കളും നിശ്ചലരായി അങ്ങനെ നിൽക്കുകയാണ്. അവരുടെ കൂട്ടത്തിലെ 3ാമത്തെ ആളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ ആ 1ാമത്തെ ആളിന് ഒരു ഭയമുണ്ട്. ഇതുവരെയും ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല. ആദ്യം 6ാമത്തെ ബ്രദർ കൊല്ലപ്പെടുന്നു, പിന്നെ 5, ഇപ്പൊ ഇതാ 4. 4ാമത്തെ ബ്രദർ കൊല്ലപ്പെട്ടത് അവരുടെ കൺമുന്നിൽ വെച്ചാണ്. ഒരു തരത്തിലുള്ള ഗിമിക്കുകളുമില്ലാതെ ആ ചെറുപ്പക്കാരൻ വേഗത അത് ഒന്നുകൊണ്ട് മാത്രം ആ 4th ബ്രദറെ പരാജയപ്പെടുത്തി കഴുത്ത് അരിഞ്ഞ് തള്ളുകയായിരുന്നു. 1ാമനും 2ാമനും 3ാമനും അത് അങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റിയത്. ഇത്ര വേഗതയിൽ ഒരാൾക്ക് സഞ്ചരിക്കാനാവും. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരാൾ മൂവ് ചെയ്യണമെങ്കിൽ അതിനൊരു രീതിയൊക്കെ ഉണ്ട്. ഇവിടെ ആ രീതികളെല്ലാം മറികടക്കുന്ന ഒരു പ്രകടനമാണ് ആ ചെറുപ്പക്കാരൻ നടത്തിയിരിക്കുന്നത്. ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ആ മൂവർ സംഘം ആകെ സ്തംഭിച്ചു പോയെങ്കിലും അടുത്ത നിമിഷത്തിൽ ആ 2ാമത്തെ ബ്രദർ അലറുകയാണ്. തേർഡ് ബ്രദർ, നമ്മൾ ഇനിയും താമസിച്ചൂടാ. അങ്ങനെ പറഞ്ഞ അവർ 2 പേരും ഒരുമിച്ച് മുന്നോട്ട് കുതിച്ചു. 2 പേര് ഒരുമിച്ച് നീൽഗിരിയെ നേരിടുകയാണ്. ഒരു ബ്ലഡ് സ്പിരിറ്റ് ക്ലാന്റെ യോദ്ധാവിനെ നേരിടുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് 2 വശത്തുകൂടിയായി 2 ആളുകൾ നീലിനെ അറ്റാക്ക് ചെയ്യുന്നത്. അവരുടെ അറ്റാക്കിനെ നീല് തന്റെ ഡീമൺ എനർജി ഉപയോഗിച്ചുകൊണ്ട് തടുക്കുന്നുണ്ട്. പക്ഷെ ഫൈറ്റ് മുന്നോട്ട് പോകുന്നതോറും നീൽ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, തന്റെ ഡീമൺ എനർജി കുറഞ്ഞു വരികയാണ്. ആ കറുത്ത പുക നീലിന് സമ്മാനിച്ച പവർ ഇതാ കുറയുകയാണ്. അത് പൂർണ്ണമായി കുറയുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് നീല ആലോചിക്കുമ്പോഴാണ് നീലിന്റെ തൊട്ടടുത്ത് ഒരു വലിയ ഗർജനം കേൾക്കുന്നത്. ഗർജനം കേട്ട ഭാഗത്തേക്ക് നീൽ നോക്കുമ്പോൾ നീല് കാണുന്നത് സാക്ഷാൽ ലിറ്റിൽ ഗോൾഡിനെയാണെങ്കിലും ലിറ്റിൽ ഗോൾഡിന്റെ രൂപം ആകെ മാറിയിരിക്കുകയാണ്. ഒരു സിംഹത്തിന്റെ അത്രയും വലുപ്പമുണ്ട് ഇപ്പോൾ ലിറ്റിൽ ഗോൾഡ്. തലയും സിംഹത്തിന്റെ ശൈലി തന്നെയാണ്. പക്ഷെ കണ്ണ് ഒരെണ്ണം ചുവപ്പും ഒന്ന് നീലയുമാണ്. ബാക്കിയൊക്കെ ആ പൂച്ചയെ അനുസ്മരിക്കുന്ന ശൈലിയിലാണ്. അത് അലറിയ ശബ്ദം കേട്ട് ആ 2ാമത്തെ ബ്രദറും 3ാമത്തെ ബ്രദറും ഒരുപോലെ പതറിയിട്ടുണ്ട്. നീൽഗിരിയോടായി ലിറ്റിൽ ഗോൾഡ് പറഞ്ഞു, മാസ്റ്റർ, യുമാരെ നമുക്ക് തീർക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ഗോൾഡ് 3ാമത്തെ ബ്രദർ നേരെ ഒറ്റ കുതിപ്പ്. ശരിക്കും ഭയന്നു പോയിരുന്ന ആ 3ാമത്തെ ബ്രദർ പെട്ടെന്ന് പക്ഷെ റിയാക്ട് ചെയ്തു. ആ ലിറ്റിൽ ഗോൾഡ് 3ാമത്തെ ബ്രദറിന് നേരെ കുതിച്ചതും നീല് 2ാമത്തെ ബ്രദർ നേരെ കുതിക്കുകയാണ്. ഈ 2ഉം 3ഉം അതിശക്തരായ യോദ്ധാക്കളാണ്. 2ാമത്തെ ബ്രദർ നേരെ നീല് കുതിച്ചതും നീലിന് ഒരു കാര്യം മനസ്സിലായി, തന്റെ ശക്തിയിൽ ഒരു വർധനവ് വന്നിരിക്കുകയാണ്. അത് നേരത്തെ ആ ഡീമൺ ആയി നൽകിയ ശക്തിയല്ല, ഇത് വേറൊരു ശക്തിയാണ്. അങ്ങനെ തോന്നിയതും നീല് സംസാര ഗ്രേവിയാർഡിനകത്തേക്ക് തന്റെ ബോധ മനസ്സിനെ കൊണ്ടുവന്നും നീല് അത് കണ്ടു. സാക്ഷാൽ ഷൂ ലിനേക്കറാണ് തനിക്ക് ശക്തി സമ്മാനിച്ചിരിക്കുന്നത്. ഷൂ ലിനേക്കറുടെ ശക്തി നീലിലേക്ക് കടന്ന ആ നിമിഷത്തിൽ ഇവിടെ ആ 3ാമത്തെ ബ്രദർ ലിറ്റിൽ ഗോൾഡിന്റെ ശക്തമായ ആക്രമണത്തെ തടുക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ്. അത് കണ്ടതും ആ 2nd ബ്രദർ ലിറ്റിൽ ഗോൾഡിനെ എതിരിടുന്ന 3ാമത്തെ ബ്രദർ അടുത്തേക്ക് നീലിന്റെ അടുത്തുനിന്ന് പെട്ടെന്ന് മാറി. നീല് നോക്കി നിൽക്കുമ്പോൾ ആ 2nd ബ്രദറും 3rd ബ്രദറും ചേർന്ന് ആ ലിറ്റിൽ ഗോൾഡിനെ അറ്റാക്ക് ചെയ്യാം. ലിറ്റിൽ ഗോൾഡിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി നീലും ലിറ്റിൽ ഗോൾഡും ഒരു ടീമായി മാറി അതിവേഗം ആക്രമണം ആരംഭിച്ചു. ശരിക്കും സമാനതകളില്ലാത്ത ഒരു യുദ്ധമാണ് നടക്കുന്നത്. അതിശക്തനായ ഒരു സിംഹമാണ് അവിടെ എതിരാളിയായി വന്നിരിക്കുന്നത്. ധാരാളം വന്യമൃഗങ്ങളെ നേരിടുന്ന ആ ബ്ലഡ് സ്പിരിറ്റ് ക്ലാൻകാർക്ക് ആ സിംഹം ഒരു വിഷയമല്ല. പക്ഷെ ഈ സിംഹം പ്രശ്നക്കാരനാണ്. ആ സിംഹം തന്റെ കൈകൾ കൊണ്ട് ഇങ്ങനെ മാന്തുമ്പോൾ എതിരാളിയുടെ ദേഹത്ത് അനവധി വരകളാണ് വീഴുന്നത്. ആ 3ാമത്തെ ബ്രദറെ ലിറ്റിൽ ഗോൾഡ് ഏതാണ്ട് വരഞ്ഞ് ഒരു പരുവമാക്കി. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ആ 3ാമത്തെ ബ്രദർ ഒരു ശബ്ദത്തോടെ താഴെ വീണു. ഈ കാഴ്ച കണ്ട 1ാമത്തെ ബ്രദർ അലറിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. അയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരാളാണ്. ഇത് സംഭവിക്കുമെന്ന് ആ ചുവനിറത്തിലുള്ള മൂടൽ മഞ്ഞിൽ ആ ചെറുപ്പക്കാരന്റെ മുഖം മറയ്ക്കപ്പെട്ടപ്പോഴേ അയാൾക്ക് തോന്നിയതാണ്. ഈ കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ അയാൾ നിശബ്ദനായി ഈ ഫൈറ്റ് നോക്കി നിന്നത് ആ ഭയം കൊണ്ടാണ്. ആ ചെറുപ്പക്കാരന്റെ ബാക്ക്ഗ്രൗണ്ട്
അയാൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അയാളിപ്പോൾ ആ രണ്ടാമത്തെ ബ്രദറെ സപ്പോർട്ട് ചെയ്യാൻ കയറിയതിന് ഒരു കാരണമുണ്ട്. രണ്ടാമത്തെ ബ്രദർ കൂടി കൊല്ലപ്പെട്ടാൽ പിന്നെ അയാൾ ഒറ്റയ്ക്കായി പോകും. ഒറ്റയ്ക്ക് ഈ ആളുകളെ നേരിട്ടാൽ തനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്നൊരു ധാരണയും അയാൾക്കുണ്ട്. അയാൾ കൂടുതൽ ഏറ്റവും ശക്തനാണ്. സുപ്രീം എംപറർ ലെവലിൽ അയാൾ മറ്റാളുകൾക്കാർക്കും എത്താൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ എത്തിയിരിക്കുന്ന ആളാണ്. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ ദ യങ് മാസ്റ്റർ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.